വളരെ നന്ദി ഡോക്ടർ സി വിശ്വനാഥൻ. ഹോമിയോപ്പതിയെ വിമർശനാത്മകമായി സമീപിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം നമ്മളെല്ലാവരും കേട്ടു. ഹോമിയോപ്പതി അടിസ്ഥാനപരമായും ഒരു ഭാവനാധിഷ്ഠിതമായ ചികിത്സാ സമ്പ്രദായമാണെന്നാണ് അദ്ദേഹം വാദിച്ചത്. മനുഷ്യ ശരീരത്തിൽ ഒരു വൈറ്റൽ ഫോഴ്സ്, ഒരു ജീവശക്തിയുണ്ട്. ആ ജീവശക്തിയാണ് എല്ലാ അസുഖങ്ങളും മാറ്റുന്നത് എന്നാണ് ഹോമിയോപ്പതി വാദിക്കുന്നത്. എന്നാൽ അതല്ല ആവശ്യം. രോഗത്തിൻ്റെ സ്ഥാനനിർണയം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാണ് ഡോക്ടർ വിശ്വനാഥൻ ഇവിടെ വാദിച്ചത്. രോഗത്തിൻ്റെ സ്ഥാനനിർണയവും അവയവങ്ങളെ ബാധിക്കുന്ന ഭൗതികാവസ്ഥയും മരുന്നുകളുടെ രാസപ്രവർത്തനവും ഇതെല്ലാം തന്നെ വളരെയധികം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഹോമിയോപ്പതി മരുന്നുകൾ കൊണ്ട് അഥവാ അസുഖങ്ങൾ മാറുന്നെങ്കിൽ അത് പ്ലാസിബോ എഫക്റ്റ് എന്നൊരു പ്രതിഭാസം കാരണമാണ് എന്നുകൂടി അദ്ദേഹം വാദിക്കുന്നുണ്ട്. ഇപ്പോൾ ലഞ്ച് ബ്രേക്കാണ്. ലഞ്ച് ബ്രേക്കിന് ശേഷം നമ്മൾ വീണ്ടും ഇവിടെ കൂടുന്നതായിരിക്കും. 2 ഡോക്ടർമാർക്കും മറുപടി പറയാനുള്ള അവസരമുണ്ടായിരിക്കും. അതിനുശേഷം ശ്രോതാക്കൾക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കാം. ഊണ് കഴിഞ്ഞതിൻ്റെ ആലസ്യത എല്ലാവരിലും കണ്ണിലൊക്കെ തളം കെട്ടി നിൽപ്പുണ്ട്. നമുക്ക് 2 മിനിറ്റ് ഇപ്പോൾ കൂടുതൽ ഈ സബ്ജക്റ്റിനെ കുറിച്ചൊന്ന് സംസാരിക്കാം. ഞാൻ ഡോക്ടർ വിശ്വനാഥൻ്റെ പ്രസംഗം വളരെ ശ്രദ്ധാപൂർവം കേൾക്കുകയുണ്ടായി. ഒരു സ്റ്റുഡൻറ്റ് ടെക്സ്റ്റ് ബുക്കുകളിലൂടെ പോകുന്നതിന് കൂടുതലായിട്ട് അദ്ദേഹം ഓർഗാനം, അലയൻസ് റെപ്പർട്ടറീസ് ആൻഡ് ലേറ്റസ്റ്റ് ഇൻ ദ സബ്ജക്റ്റ് ഓഫ് ഹോമിയോപ്പതിയിൽ പോയിട്ടുണ്ട്. പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു വഴിയാണോ ഈ വിവരങ്ങൾക്ക് തിരഞ്ഞെടുത്തത് എന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നത് പോലെ ഇൻ്റർനാഷണൽ അരേനയിൽ ഹോമിയോപ്പതിയെക്കുറിച്ച് വളരെ മോശമായ അഭിപ്രായങ്ങളും പ്രകടനങ്ങളും ത്രൂ ഔട്ട് ദ വേൾഡ് പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി ഒരു നല്ല സംഖ്യ വിനിയോഗിക്കുന്ന ചില ഫാർമസ്യൂട്ടിക്കൽ ക്യാപിറ്റലിസ്റ്റുകളുണ്ട്. അവർ കൊടുത്തുവിട്ട ശരങ്ങൾക്ക് കൂടുതൽ ഈണം നൽകുന്ന രീതിയിൽ വളരെ പ്രഗത്ഭരും നല്ലവരുമായിട്ടുള്ള ആൾക്കാർ ചെവി കൊടുക്കുമ്പോൾ ഒരല്പം കൂടി അവരോട് സംസാരിക്കാനുള്ള ആഗ്രഹവും ഉണ്ടാകാറുണ്ട്. കാരണം ആ അറിവുകൾ നമ്മൾ ഒരു പോസിറ്റിവിറ്റിയിലേക്ക് കൺവെർട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് മനുഷ്യ സമൂഹത്തിന് വളരെയധികം നന്മ നൽകും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഹോമിയോപ്പതിയെ പുകഴ്ത്തുകയല്ല. അതായത് അച്യുതൻ നായരുടെ രാമായണം വായന പോലെയല്ല. ഏറ്റവും നല്ല വായനക്കാരൻ ആരാണ്? അച്യുതൻ നായരെന്ന് തന്നെ പറയുന്നതിൽ അർത്ഥം കൽപ്പിക്കുന്നുമില്ല. പക്ഷേ എന്നാലും അഞ്ജനമെന്നത് ഞാനറിയും, മഞ്ഞൾ പോലെ കറുത്തിരിക്കും എന്നുള്ളതായിരിക്കരുത് നമ്മുടെ സമീപനം. കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുക, അറിവില്ലെങ്കിൽ അതിനെക്കുറിച്ച് ആരായുക, ആരാഞ്ഞതിൽ സത്യമുണ്ടെങ്കിൽ സ്വീകരിക്കുക, അത് അസത്യമാണെന്ന് തോന്നുമെങ്കിൽ തുറന്നു പറയുക. ഇതാണ് ശാസ്ത്രത്തിൻ്റെ സ്വഭാവം. ശാസ്ത്രത്തിന് കളങ്കമില്ല. ശാസ്ത്രം എന്നും സത്യമാണ്. അതേസമയം ഈ കോടിക്കോടി ജനങ്ങൾ ഹോമിയോപ്പതിയിലൂടെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും തരണം ചെയ്യുമ്പോൾ അതൊരു വിശ്വാസ പ്രമാണത്തിൻ്റെ കഥയല്ല. അത് വളരെ പ്രഗത്ഭമായ ഒരു വൈദ്യരീതിയുടെ പ്രതിഫലനമാണ് എന്നറിയുന്നതിൽ നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇപ്പോൾ ഈ ഹോമിയോപ്പതിയിൽ ഒരു സയൻറ്റിഫിക് മെത്തേഡില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രചരണം. ഈ സയൻസ് എന്ന് പറയുന്നത് ലാബറട്ടറിയിൽ മാത്രം പരീക്ഷണം, വീണ്ടും പരീക്ഷണം, ആ പരീക്ഷണം ആവർത്തിച്ചാൽ ആ റിസൾട്ട് തന്നെ കിട്ടുമോ എന്ന് മാത്രമല്ല, നമ്മൾക്കുണ്ടായ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ 100 കോടി ജനങ്ങളിൽ നിന്നും കിട്ടുന്ന വിവരങ്ങൾ അനലൈസ് ചെയ്തിട്ട്
അതിന് ഒരു പെർസെൻറ്റേജ് കൊടുക്കുക. ആ പെർസെൻറ്റേജ് കൊടുക്കുമ്പോൾ അതിന് കാര്യമായിട്ടുള്ള വോട്ടിംഗ് ഉണ്ടെങ്കിൽ മാത്രം നമ്മളതിനെ ആക്സെപ്റ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ വളരെയധികം നിർദാക്ഷിണ്യം നിരാകരിക്കുക. പക്ഷേ നമ്മൾ ഈ പറഞ്ഞതുപോലെ അന്താരാഷ്ട്രീയ കുത്തകയുടെ വക്താക്കളാകരുത്. നമ്മൾ ഇവിടുത്തെ ജനങ്ങളോട് പ്രതിബദ്ധരാണ്. ആ ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകണമെങ്കിൽ അതിനുവേണ്ടി എന്തും ചെയ്യാൻ നാം തയ്യാറാവണം. അവിടെ ശാസ്ത്രങ്ങൾ തമ്മിൽ ഒരിക്കലും കൂട്ടിയടിക്കാറില്ല, മനുഷ്യർ മാത്രമേ കൂട്ടിയടിക്കാറുള്ളൂ. ഈ ശാസ്ത്രം എന്താണ് എന്നുള്ള നിർവചനത്തിന് പലരും പല രീതിയിൽ നിർവചിച്ചെന്ന് വരും. അപ്പോൾ ഈ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്കിതിനെ വിലയിരുത്താൻ ഒക്കുമോ? നമ്പർ 1. നമ്പർ 2, ഇദ്ദേഹം വൈറ്റൽ ഫോഴ്സ് എന്നതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. ഹനുമാൻ്റെ ഈ ഹനുമാൻ ഈ തത്വസംഹിതകളെല്ലാം സംവരിച്ചത് 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിലായിരുന്നു എന്ന് നാം ആലോചിക്കണം. ഈ സയൻസും ശാസ്ത്രവും ഈ മാതിരിയുള്ള കാര്യങ്ങളൊന്നും ഇത്രയും പുരോഗമിച്ചിട്ടില്ല. ആ ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ ഒരു 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 ഓർഗാനൻ ഓഫ് മെഡിസിൻ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് തന്നെ ഒരു വളരെ വലിയ കാര്യമാണ്. അതിനെ നിലനിർത്തിക്കൊണ്ട് പോരാൻ പിന്നെ വന്നിട്ടുള്ള ഹോമിയോപ്പതികൾക്ക് കഴിയുകയും ചെയ്തു. അതും ഒരു വലിയ കാര്യമാണ്. ഇത് ഒരു നല്ല പ്രതിഭാസമല്ലെന്ന് പറയില്ല. ഇതൊരിക്കലും നിലനിൽക്കില്ല. അത് എന്നേ ചത്തഴിഞ്ഞു പോയാനെ. പ്രത്യേകിച്ചും ഇത്രയും രൂക്ഷമായ വിമർശനങ്ങളും അടികളും തുടർച്ചയായിട്ട് ഈ പിന്നെ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നുണ്ട് ഈ മാതിരി ഒരു കാലഘട്ടത്തിൽ. എന്നിട്ടും അത് പിടിച്ചു നിൽക്കുന്നുണ്ടെന്ന് വരികിൽ അത് ഈ ഹോമിയോപ്പതികളുടെ മാത്രം ഒരു ഇതുകൊണ്ടല്ല, ആ ഹോമിയോപ്പതി കൊണ്ട് പ്രയോജനമുണ്ടായിട്ടുള്ള ഒരു സമൂഹത്തിനെ സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചു എന്നുള്ളതിൻ്റെ പേരിലാണ്. ഈ ഹോമിയോപ്പതി കൊണ്ട് ഭേദമായവരെല്ലാവരും അന്ധവിശ്വാസികളല്ല. അവർ അറ്റ് ദ മോസ്റ്റ് നിങ്ങൾക്ക് അവരൊരു ഹോമിയോ വിശ്വാസികളാണ് എന്ന് പറഞ്ഞ് നിഷ്കരണം തള്ളാൻ സാധിക്കും. ഇനി വൈറ്റൽ ഫോഴ്സ്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് വന്നു പോവേ. നമ്മൾ 52 എലിമെൻസിൻ്റെ ഉടമകളാണ്. വെരി റീസെൻ്റ്ലി ഇൻ സോവിയറ്റ് യൂണിയൻ the concept of Kirlian photography has emerged. Kirlian photography. In that photography, if they will take the photograph, then they will be able to take the aura of an individual. ഓരോ വ്യക്തിയുടെയും ഒരു പ്രഭാവ പ്രസരിതം അതവർക്ക് ആ ഫോട്ടോഗ്രാഫിൽ കിട്ടും. ആ ഫോട്ടോഗ്രാഫി നോക്കിയിട്ട് അവർക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് ഏറെക്കുറെ അവർ പറയും. ഓക്കെ, ഇതുപോലെ തന്നെ നമ്മളിലെല്ലാവരിലും ഈ പ്രതിഭാസം ഉണ്ട്. നമുക്കൊരു ഒരു ഒരു അതിന് പറയുന്നത് ഓറ സർക്കിൾ എന്നാണ്. ദ വെരി ഓറ വിൽ കൺവേ എ ഡിഫറെൻറ്റ് മീനിങ്, ബട്ട് വെൻ ദിസ് ഓൾ ദ എലിമെൻറ്റ്സ് പുട്ട് ടുഗദർ ആൻഡ് ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ് ആൻ ഓറ, ഇറ്റ് ഈസ് പ്യുവർലി സയൻറ്റിഫിക് ഇൻ നേച്ചർ. നിങ്ങളുടെ ആരോഗ്യത്തിന് ഈ ഓറ വളരെ അനിവാര്യമാണ്. ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഈ ഓറയ്ക്ക് നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ വളരെയധികം പ്രതികൂലമായിട്ട് നമ്മളുടെ ആരോഗ്യത്തെ അത് ബാധിക്കും. ഇനി ഈ ഓറ കൺസെപ്റ്റ് എന്നുള്ളത് ഈ കിർലിയൻ ഫോട്ടോഗ്രാഫി വന്നതിന് ശേഷം ഉള്ളതല്ല. നമ്മുടെ അമ്മൂമ്മമാർക്ക് ഈ സയൻസ് വളരെ മുമ്പേ അറിയാമായിരുന്നു. പക്ഷെ അവർക്ക് അറിയാമായിരുന്നില്ല ഇവരൊരു സയൻസാണ് നടത്തണമെന്നുള്ളത്. കുട്ടി കിടന്ന് കരയുമ്പോൾ അമ്മൂമ്മ ചെന്നിട്ട് ആദ്യം എടുക്കണത് ഒരല്പം മുളക്, അല്പം കടുക്, അല്പം ഉപ്പ്, ഇത് മൂന്നും എടുത്തിട്ട് മിണ്ടാതെ വന്നിട്ട് കുട്ടിയുടെ മുന്നിൽ 3 പ്രാവശ്യം ഒഴിയും. എന്നിട്ട് കൊണ്ടുപോയിട്ട് അത് വെള്ളത്തിൽ കളയും. ഇൻ ആൾ പ്രോബബിലിറ്റി 90% കുട്ടികളും ആ കരച്ചിൽ നിർത്തും. അവരാഹാരം കഴിക്കാൻ തുടങ്ങും.
ഇത് നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കണ്ടുവരുന്നൊരു കാര്യമാണ്. ഇനി ഈ അമ്മൂമ്മയുടെ ഈ സയൻസ് എന്താണെന്ന് നമുക്കറിയണം. വെൻ ദിസ് ഓറ ഈസ് ബ്രോക്കൺ ബൈ എനി റീസൺ, then it has to be re-established. To re-establish the elements which is capable of creating പ്രകാശം, അതായത് പ്രകാശധാരയുള്ള എലിമെൻറ്റുകൾ. ഉപ്പെന്ന് പറയുന്നത് സോഡിയം, ജ്വലനാത്മകമാണ്. കടുകെന്ന് പറയുമ്പോൾ സൾഫർ, ജ്വലനശീലമുണ്ട്. മുളകെന്ന് പറയുമ്പോൾ അലുമിന. ദിസ് ഇല്ലുമിനേറ്റിംഗ് തിങ്സ്, ഈ 3 ഘടകങ്ങൾ കൊണ്ടാണ് അമ്മുമ്മ ഈ ഒഴിച്ചിലൊഴിയുന്നത്. ഓക്കെ, ഈ അമ്മുമ്മയുടെ ഈ ഒഴിച്ചിൽ യാതൊരു വിധത്തിലുള്ള സയൻസും ഇല്ല. പക്ഷേ അതിനാരുടെയെങ്കിലും സർട്ടിഫിക്കറ്റ് വേണോ? നമ്മുടെ അനുഭവത്തിൽ കാണുന്നതല്ലേ. ഈ അമ്മുമ്മയെ നമ്മൾ വിമർശിക്കേണ്ട ആവശ്യമുണ്ടോ? അതിനെക്കുറിച്ച് കൂടുതൽ ആരായാനും അറിയാനും അത് കൂടുതൽ പേർക്ക് ഉപകാരപ്പെടുത്തണമല്ലേ നാം ശ്രമിക്കേണ്ടത്. അങ്ങനെ ഈ വൈറ്റൽ ഫോഴ്സ് എന്നുള്ളത് ഈ 52 എലിമെൻസിൻ്റെ കൂട്ടായ ഒരു പ്രതിഭാസമാണ്. ആ പ്രതിഭാസത്തിന് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കിട്ടുമ്പോൾ അത് സിംറ്റം ആയിട്ട് അനുഭവപ്പെടുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, കൂടുതലായിട്ട് നിങ്ങൾ ഉപ്പ് കഴിച്ചു, നിങ്ങൾ വെയിലത്ത് പോകുമ്പോൾ തലവേദന ഉണ്ടാവും, ഫോട്ടോ വോളറ്റൈലിറ്റി ഉണ്ടാവും, നിങ്ങൾ കൂടുതലായിട്ട് ചിന്തിക്കണമെന്ന് വരികയില്ല, തല പൊട്ടുന്നത് പോലെ തോന്നും, ഉറക്കത്തിന് ബുദ്ധിമുട്ടുണ്ടാവും, ഹൈ BP ഉണ്ടാവും, ഈ മാതിരി പല കാര്യങ്ങളും ഉണ്ടാവും. അതിന് ഞങ്ങൾ കൊടുക്കുന്നത് സോഡിയം തന്നെയാണ്, നാട്രം മൂർ. അത് കൊടുത്തിട്ട് പ്രയോജനം ഇല്ലെന്ന് വരിയിൽ ഇത് വെറും കെട്ടുകഥയാണ്. അത് ഒരാളിൽ കൊടുത്തിട്ട് പ്രയോജനം ഉണ്ടായെങ്കിൽ അതൊരു പ്ലാസ്ബോ എഫക്റ്റ് ആയിരിക്കാം. അത് 10 പേരിൽ കൊടുക്കുക, 100 പേരിൽ കൊടുക്കുക, 1000 പേരിൽ കൊടുക്കുക, അതിൽ കൂടുതൽ പേരും അതിൽ നിന്ന് വളരെയധികം സുഖമാവുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് ഏത് രീതിയിൽ വേണം വിശേഷിപ്പിക്കാൻ? ഒരു അന്ധവിശ്വാസത്തിൻ്റെയോ അന്തസത്തയില്ലാത്ത ഒരു സയൻസിൻ്റെയോ ഒരു കളിയല്ല അത്. വളരെ കാര്യക്ഷമമായിട്ട് വിശകലനം ചെയ്ത് നിശ്ചയിച്ച മരുന്ന് കൊടുത്തിട്ട് ഉണ്ടായ പ്രതിഫലനാണത്. ഇപ്പോൾ ഹാർട്ടിൻ്റെ കാര്യത്തിൽ ഇതുവരെ നമ്മൾ പറഞ്ഞിരുന്നു, പിന്നെ കൊളസ്ട്രോൾ ഈസ് ദ മെയിൻ റീസൺ ഫോർ ദിസ്. നമ്മുടെ മലയാളികളൊന്നും കോഴിമുട്ട കഴിക്കാത്ത ഒരു അവസരം ഉണ്ടായിരുന്നു ഈ അടുത്ത കാലഘട്ടം വരെ. വെളിച്ചെണ്ണ വീട്ടിൽ കരിയല്ല. ഇത് നേരം വെളുത്താൽ വൈകുന്നേരം വരെ തേങ്ങയും തിന്ന് തേങ്ങാപ്പൂളും അടിച്ച് തേങ്ങാ കഞ്ഞിയൊക്കെ അടിച്ച് നമുക്കെന്ത് കൊളസ്ട്രോളാണ്. ഞാൻ 1994 എഴുതിയ ആ ബുക്കിൽ വളരെ വിശദമായിട്ട് അതിനൊരു പാര തന്നെ കൊടുത്തിട്ടുണ്ട്, ദ ഹാർട്ട് പ്രോബ്ലംസ് ഓഫ് അഡൽട്സ്. ഇപ്പോൾ അമേരിക്കൻ ഗവൺമെൻറ് അവരുടെ മെഡിക്കൽ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നു അപ് ടു 400 cholesterol is not creating any nonsense. But what you have to do is that 1:5 SDL ratio to LDL ratio should be that at any level. And in our concept also, what we say is you have to assess the flowing criteria within the arteries, the flow of the blood within arteries, whether it is impeded or not. If it is impeded, due to what reason? And that reason you eradicate and the flow will be established. If excellent flow is established, there cannot be any sort of blocks. Your arteries will be clean. But yes, as age progresses, perhaps an element of atherosclerosis will be set in. പക്ഷേ അത് ഒരു ജീവിത പ്രക്രിയയുടെ ഒരു ഭാഗമായിട്ട് കണക്കാക്കിയാൽ മതി. അത് നമ്മളുടെ ജീവനെ ചലഞ്ച് ചെയ്താൽ മാത്രമാണ് നമുക്ക് മരുന്ന് വേണ്ടത്. അതുമല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ exercise regimen, food regimen, outlook, all these things are capable of reversing that effect. And when that is insufficient, homeopath steps in and he gives the medicine, tachycardia, and you send n number of tachycardia patients to me.
Or for example, bradycardia patients to me, I will not suggest for a pacemaker. I shall give him a medicine, Abies nigra, in different potencies as it demands. Here in this സദസ്, ഇവിടെ ഈ കൂട്ടത്തിൽ എൻ്റെ ആൾക്കാരുണ്ട്, അതുകൊണ്ട് ബെനിഫിറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ. പിന്നെ ഈ ബ്ലോക്കിൻ്റെ കാര്യത്തിൽ ഇവിടെ ആൻജിയോഗ്രാഫി ഇപ്പോൾ വളരെ 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 പ്രഗത്ഭമായ രീതിയിൽ എല്ലാ സ്ഥലങ്ങളിലും നടത്തുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ആൻജിയോഗ്രാഫിക്ക് എഴുതി കൊടുത്താൽ എനിക്ക് 40% കിട്ടും. ഞാൻ നേരം വെളുത്ത് വൈകുന്നേരം വരെ വാ അടിക്കുന്നതിന് പകരം 10 പേരെ റെഫർ ചെയ്താൽ മതി. ഇനി അതല്ലെന്ന് വരില്ല, നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് 2 ഹാർട്ട് പേഷ്യൻസിനെ ഞാൻ വിട്ടു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം സുഭിക്ഷമാണ്. എനിക്ക് ആരെങ്കിലും 10 രൂപ വാ എന്ന് പറയേണ്ട ആവശ്യം വരില്ല. പക്ഷേ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് മനുഷ്യരാശിയാണ് വലുത്, മനുഷ്യത്വമാണ് വലുത്. പൈസ ഒരു സെക്കൻഡറി ആസ്പെക്ട്സാണ്. അത് ഒരു പൈസ നമുക്ക് ജീവിക്കാൻ ആവശ്യമാണ്, പക്ഷെ നശിക്കാൻ ആവശ്യമല്ല. അതുകൊണ്ട് തന്നെ പൈസയ്ക്ക് വേണ്ടി ചെയ്യാതെ ആത്മാർത്ഥമായിട്ട് വേണ്ടപ്പെട്ട മരുന്നുകൾ കൊടുത്ത് നല്ല രീതിയിൽ ചികിത്സിച്ച് നല്ല രീതിയിലുള്ള പ്രവർത്തന ശൈലി കാഴ്ചവെക്കാനായിട്ട് ഹോമിയോപ്പതിക്ക് കഴിയും. പിന്നെ ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചില റെക്കോർഡ്സ് എടുക്കുക, അല്ലെങ്കിൽ ഇതുകൊണ്ട് ഭേദപ്പെട്ട 10 പേരെ കാണുക, അവരുടെ ഇൻ്റർവ്യൂ ചെയ്യുക, അവരുടെ അനുഭവങ്ങൾ അറിയുക. പക്ഷേ ഇത് സാധാരണ രീതിയിൽ ചെയ്യാറില്ല. ഈ നേച്ചർ എന്നുള്ള ഒരു ലണ്ടൻ ബേസ്ഡ് മാസികയുണ്ട്, അതാണ് ഏറ്റവും കൂടുതലായിട്ട് വിമർശനങ്ങൾ ഇറക്കുന്നത്. എന്നുവെച്ചാൽ അവർക്കൊക്കെ കോടിക്കണക്കിന് ഡോളർ കിട്ടുന്ന കാര്യമാണ്. ഈ 10-20 രൂപയ്ക്ക് ഒരു ഫയൽ മരുന്നും കൊണ്ട് നടക്കുന്ന ഹോമിയോപ്പതിൻ്റെക്ക് ചെന്ന് അവന് 10 പൈസ കിട്ടിയല്ല. അവൻ നശിക്കണം എന്നുള്ളത് മാത്രമാണ് ആവശ്യം, ഈ സമൂഹത്തിൻ്റെ ആവശ്യമായിട്ട് അവർ മാറ്റിയണത്. അപ്പോൾ അതിന് നാം കൂട്ടു നിൽക്കണോ, അതോ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് തൽപരരാകണോ? ഇതാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ ഇത് എൻ്റെ വ്യൂ പോയിൻറ്റ്സാണ്. നമ്മുടെ വിശ്വാസം സാറിന് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ എൻ്റെ ഈ അഭിപ്രായങ്ങൾക്ക് മറുപടിയായിട്ട് തരും. വിശ്വനാഥൻ സാറിനെ ഞാൻ ക്ഷണിക്കുന്നു. ശാസ്ത്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ബദൽ വൈദ്യത്തെ വിമർശിക്കുന്ന ഒരു ആധുനിക ചികിത്സകൻ നേരിടേണ്ട ഒരു പ്രധാന കടമ്പ എന്നത് ഈ തരത്തിലുള്ള ആരോപണങ്ങൾ കേൾക്കേണ്ടി വരിക എന്നുള്ളതാണ്. നിങ്ങൾ മൾട്ടിനാഷണൽ കുത്തകയുടെ ആൾക്കാരാണ്, അത് നമുക്ക് ഇല്ലാതെ തെളിയിക്കാൻ പറ്റില്ല. എങ്ങനെ തെളിയിക്കാൻ പറ്റും? നിങ്ങൾ മൾട്ടിനാഷണൽ കുത്തകയുടെ ആളാണെന്ന് മുദ്രകുത്തി അവർ നിവർത്തിയില്ല. അപ്പോൾ ഇത് എൻ്റെ മാത്രം പ്രശ്നമല്ല. ബെൻ ഗോൾഡക്കർ എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടറുണ്ട്, അദ്ദേഹം ഇതേ പ്രശ്നം പറയുന്നുണ്ട്. നമ്മളൊരു പ്രശ്നം, വെൻ യു പോയിന്റ് ഔട്ട് എ പ്രോബ്ലം വിത്ത് ഇൻ എവിഡൻസ്, നമ്മൾ എവിഡൻസ് ആണ് പറയുന്നത്, അതിനെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ പോരെ. എന്തിനാണ് ഞാൻ അങ്ങനെ ആയിരിക്കും, ഞാൻ ഇങ്ങനെ ആയിരിക്കും? വൈ ഡു യു ഗോ ബിഫോർ ദ മോട്ടീവ്സ്? ഞാൻ അങ്ങനെ തന്നെ ആണെന്ന് ഇരിക്കട്ടെ. ഞാനിപ്പോൾ ഇന്ന് ഇവിടെ വരുന്ന ഈ എൻ്റെ പ്രാക്ടീസ് കളഞ്ഞ് 3 ദിവസത്തെ പ്രാക്ടീസ് കളഞ്ഞ് ഞാൻ വരണം. അതിനിപ്പോൾ 1 കോടി രൂപ, കിടക്കട്ടൊക്കെ അറിയല്ലേ, 1 ലക്ഷം നോക്കണ്ട, 1 കോടി രൂപ നിങ്ങളെ 40 അവരോട് സംസാരിക്കാൻ വേണ്ടി എനിക്ക് കിട്ടി വിചാരിക്കാം. എന്നാൽ പോലും ഞാൻ പറഞ്ഞ വാദങ്ങൾ, ഞാൻ 8 വാദങ്ങളാണ്, 8 കാര്യങ്ങളാണ് പറഞ്ഞത്. 8 കാര്യങ്ങൾ കൊണ്ട് ഇത് നടക്കാൻ സാധ്യതയില്ല, ഇത് എഫക്റ്റീവ് ആവാൻ സാധ്യത. വിഷയം വളരെ ലളിതമാണ്. ഹോമിയോപ്പതി ഇഫക്റ്റീവ്, ഹോമിയോപ്പതി ഫലപ്രദമാണോ? 8 കാരണങ്ങൾ കൊണ്ട് ഹോമിയോപ്പതി ഫലപ്രദമാവാൻ സാധ്യതയില്ല. 8 കാരണങ്ങൾ കൊണ്ട് ഹോമിയോപ്പതി ഫലപ്രദമാണെന്ന് തോന്നാം. ഈ 8 പോയിന്റ് 16 കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിന് മറുപടി പറയുക എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട സുമാന സാർ ചെയ്യേണ്ടിയിരുന്നത്. അത് ചെയ്യാതെ അദ്ദേഹം എൻ്റെ പേരിൽ മൾട്ടിനാഷണൽ സംഖ്യ വാങ്ങുന്ന എന്നെ നേരിട്ടല്ല, ഒരു മയത്തിൽ പിന്നെ എന്താണ് എരുമക്ക് ചാരിയിട്ട് പോത്തിനെ വിട്ടെന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ വാങ്ങുന്ന കുറേ കള്ളന്മാർ ലോകത്തുണ്ട്. ഇയാൾ കള്ളനല്ല, എന്നാലും എന്താ ഇതുകൊണ്ട് ഒരു കാര്യമില്ല. വാദങ്ങളാണ് ഇത്. ഞാൻ പറഞ്ഞ വാദങ്ങൾ തെറ്റാണെങ്കിൽ അങ്ങനെയല്ലേ ഒരു വാദം മുന്നോട്ട് നീങ്ങാം. സംവാദം വെച്ചാൽ എന്താണ്? അറിയാനും അറിയിക്കാനും. ഞാൻ 16 വാദങ്ങൾ പറഞ്ഞു. 16 വാദങ്ങൾക്ക് 1, 2, 3, 4, 5, 6 16 വരെ പറഞ്ഞ പ്രശ്നം കഴിഞ്ഞു. അത് ചെയ്തില്ല, അപ്പോൾ കൂടുതൽ പറയുന്നില്ല. പിന്നെ 52 മൂലകം, എല്ലാ വാദങ്ങൾക്കും മറുപടി പറയേണ്ട സമയം എനിക്കില്ല, നമുക്കില്ല. 52 മൂലകങ്ങളും ഹോമിയോപ്പതിയും എന്നൊരു വാദം അദ്ദേഹം പറയണ്ടായി. അതായത് 52 മൂലകങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ബാലൻസ് തെറ്റുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അതിനെ കറക്റ്റ് ചെയ്യാണ് ഹോമിയോപ്പതി ചെയ്യുന്നതെന്നുള്ളത് അത് വളരെ വിശദമായിട്ട് അദ്ദേഹം പറഞ്ഞു. ഇത് ഹോമിയോപ്പതി ഹാനിമാൻ പറഞ്ഞ കാര്യം മാത്രം
ഞാൻ പറയാം. ഹാനിമാൻ ഇങ്ങനത്തെ വാദങ്ങൾ ഉന്നയിച്ച ആൾക്കാരെ കുറിച്ച് ഓർഗനോൺ ഓഫ് മെഡിസിൻ്റെ പറഞ്ഞിട്ടുള്ളതാണ്. വിത്ത് ഈക്വൽ റാഷനസ് ദേ അറ്റാക്ക് ദോസ് സ്റ്റിൽ മോർ ഹൈപ്പോത്തറ്റിക്കൽ സോ കോൾഡ് ഇൻഡിക്കേഷൻസ്. ഇതൊന്നും ഹനുമാൻ കൃത്യമായി കളിയാക്കിയിട്ടുണ്ട്. ഡെഫിഷ്യൻസി ഓർ എക്സസ് ഓഫ് ഓക്സിജൻ, നൈട്രജൻ, കാർബൺ, ഹൈഡ്രജൻ ഇൻ ദ ഫ്ലൂയിഡ്സ്, എക്സാൾട്ടേഷൻ ഓർ ഡിമിനിഷൻ ഓഫ് ദി, ഇതൊക്കെ പറയുന്ന ആൾക്കാർ അദ്ദേഹം കളിയാക്കി കൊല്ലുന്നു. എന്നിട്ട് പറഞ്ഞത് ഓൾ ദിസ് ഈസ് പ്യുവർ ഓസ്റ്റന്റേഷൻ എന്നാണ് പറഞ്ഞത്. ഈ പറയുന്നതൊക്കെ ശുദ്ധ ഓസ്റ്റന്റേഷൻ ആണ്. അതിന്റെ അർത്ഥം ഞാൻ പറയുന്നില്ല, മലയാളത്തിൽ നിങ്ങൾക്ക് ഡിക്ഷണറി അറിയാം. കോലാഹലം, പൊങ്ങച്ചം, ആടോപം, ആത്മപ്രശംസ, ആർഭാടം, ഭള്ള് എന്നാണ് ഈ പറയുന്നത്. 52 മൂലകങ്ങളാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞതല്ല, ഇത് ഹനുമാൻ പറഞ്ഞാണ്. ഈ മൂലകങ്ങൾ കൂടുതലും കുറവാണെന്ന് പറയുന്ന ആൾ അക്കാലത്ത് ഹനുമാൻ പറഞ്ഞു ഓൾ ദിസ് ഈസ് പ്യുവർ ഓസ്റ്റന്റേഷൻ. അപ്പോൾ അതാണ് ഹനുമാൻ പറഞ്ഞത്. പിന്നെ അപ്പോൾ ഹനുമാൻ ഒരു മറുപടി ഹനുമാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എൻ്റെ മറുപടി കൂടി പറയാം കാര്യത്തിൽ. ഈ all the homeopathic medicines are derived from raw materials contained in the elements എന്നാണ്. ഈ 52 എലമെന്റിലാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതേ മൂലകങ്ങൾ കൊണ്ട് തന്നെയാണ് ആധുനിക മരുന്നുകൾ നിർമ്മിച്ചിരിക്കുന്നത്. പാരസെറ്റമോളിന്റെ ചിത്രമാണിത്. പാരസെറ്റമോളിന്റെ രാസഘടന എന്തൊക്കെയാണുള്ളത്? ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, കാർബൺ, 4 മൂലകങ്ങളേ ഉള്ളൂ. ഈ 52 മൂലകങ്ങളിലെ 4 മൂലകങ്ങൾ എനിക്കും പറയാം. പനി കൂടുമ്പോൾ നിങ്ങളുടെ ഹൈഡ്രജൻ കൂടുന്നതുകൊണ്ടാണ്, നൈട്രജൻ കുറയുന്നതുകൊണ്ടാണ്, അതുകൊണ്ടാണ് പാരസെറ്റമോൾ വരുന്നത്. ഇതൊക്കെ ദിസ് ഈസ് ഓൾ പ്യുവർ ഓസ്റ്റന്റേഷൻ. നല്ലൊരു വാക്ക് ഹനുമാൻ എനിക്ക് സമ്മാനിച്ചിട്ടുണ്ട്, അത് ഉപയോഗിക്കുകയാണ് ഞാൻ. അതായത് എല്ലാ മരുന്നുകളും ഈ 52 എലമെന്റുകൾ കൊണ്ട് തന്നെയാണ് സർവ്വ മരുന്നും ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഹോമിയോപ്പതിയല്ല, നമ്മളെ ഭക്ഷണം ഒക്കെ തന്നെയാണ്, അല്ലാണ്ട് എന്താണ്. അപ്പൊ അത് പറഞ്ഞൊരു അർത്ഥമില്ല. ഇതൊക്കെ എന്ന് വെച്ചാൽ ഇല്ലാത്ത പ്രതിഭാസത്തിന് വല്ലാത്ത സിദ്ധാന്തം എന്ന് പറയും. അങ്ങനെ ഒരു പ്രതിഭാസം ഇല്ല. ഹോമിയോപ്പതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മരുന്നുമില്ല. അത് ഇറ്റ് ഇസ് ഓൺലി ഞാൻ 8 കാരണങ്ങൾ പറഞ്ഞു. ഈ 8 കാരണങ്ങൾ കൊണ്ട് ഇഫക്റ്റീവ് ആണെന്ന് തോന്നുന്ന ഒരു വളരെ മാന്യരായിട്ടുള്ള മനുഷ്യരെ കൊണ്ട് നടക്കുന്ന, വിശ്വസിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ചികിത്സാ പ്രസ്ഥാനമാണ്. ഇതൊക്കെ ഈ രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ പറഞ്ഞ് ഇറ്റ് ഇസ് ഓൾ പ്യുവർ ഓസ്റ്റന്റേഷൻ. പിന്നെ അതാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതൊന്നും ഹോമിയോയിൽ ഒരു നിർണായക ഘടകമേ അല്ല ഇത് നോക്കുകയാണെങ്കിൽ. പിന്നെ പറഞ്ഞെന്താണ്? ലായകത്തിൻ്റെ ഓർമ്മ, സാധാരണ ഓർമ്മ നിലനിൽക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം. അപ്പോൾ അത് മെമ്മറി നിൽക്കും. അത് എത്ര പരിഹാസ്യമാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ വെള്ളം ഒഴിച്ച് അത് ഉണങ്ങി 20 കൊല്ലം കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഓർമ്മയെക്കുറിച്ച് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതൊക്കെ ഇസ് ഓൾ പ്യുവർ, അതേ ഓസ്റ്റന്റേഷൻ. അതേ വാക്കിന് നല്ലതായിട്ട്. അപ്പോൾ ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് നേരത്തെ പറഞ്ഞ ഒരു ആളുണ്ടല്ലോ, ബെനവെനസ്റ്റേനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ആവർത്തിച്ച് പറഞ്ഞു. അതൊക്കെ നിങ്ങൾക്ക് നെറ്റിൽ നോക്കി അറിയാം എന്താണ് ബെനവെസ്റ്റേ അഫെയർ. അതൊക്കെ വിശദമായിട്ട് പോകാനുള്ള നേരം നമുക്കില്ല. എന്തായിരുന്നാലും ബെനവെനസ്റ്റേ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ഈ വാട്ടർ മെമ്മറിയുടെ കാര്യം ആദ്യം ഉന്നയിച്ചത്. അത് മഹാസംബന്ധമാണ്. പിന്നെ അതിൽ ഒരു തമാശ എന്ന് വെച്ചാൽ ഈ മെമ്മറി ഒരു വഴിയില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, അപ്പക്കോൽ എലി ഭക്ഷിച്ചു അപ്പത്തിന് കഥ എന്തുവാൻ. ഈ ആദ്യമായി ഒഴിപ്പിക്കുന്ന വെള്ളം തന്നെ ഇല്ലാണ്ടായി, പിന്നെ എന്താണ് ഓർമ്മ ഉണ്ടാവുക? അതിനൊരു തന്മാത്ര പോലും ഉണ്ടാവില്ല. ഇത് റിച്ചാർഡ് ഡോക്കിൻസ് പറഞ്ഞാണ്. വെള്ളത്തിന് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കാം. ഇറ്റ് റിമെമ്പേഴ്സ് ഓൾ ദ ഗുഡ് സ്റ്റഫ്. അതിനകത്തുണ്ടായ എല്ലാ നല്ല കാര്യങ്ങളും, അതിൽ വെച്ച് മരുന്നിന്റെ കാര്യമൊക്കെ ഓർമ്മയുണ്ട്. ഇതേ വെള്ളമാണ് എത്രയോ കക്കൂസുകളിലൂടെ ഒഴുകി പിന്നെയും വന്നിട്ടുള്ളത്. അപ്പൊ ആ ഓർമ്മയൊക്കെ അതില്ലേ, ഇറ്റ് ഫോർഗെറ്റ്സ് ഓൾ ദ പൂ ദാറ്റ് വാസ് ഇൻ ഇറ്റ്. അപ്പൊ ഇത് വാട്ടർ ആസ് മെമ്മറി എന്നിട്ട് വീഡിയോ കാണാൻ എനിക്ക് ഒരു പൂവിനെ അതിലേക്ക് ഇട്ടു. എന്നിട്ട് ആ പൂവിന്റെ ഒരു ചിത്രം എടുത്തപ്പോൾ അതിൽ പൂവിന്റെ ഇതുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഓൾ പ്യുവർ ഓസ്റ്റന്റേഷൻ കേട്ടോ, ഞാൻ വീട്ടിൽ പറയാണ്. അപ്പൊ ഞാൻ ആലോചിക്കുക, ഗംഗയിലെ വെള്ളത്തിന്റെ സ്ഥിതി എടുത്ത് നോക്കിയാൽ എന്റെ ശിവനെ എന്താവും സ്ഥിതി? ശവശരീരങ്ങളാണ് നടക്കുന്നത്. അതിന്റെ ഓർമ്മയായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇതൊക്കെ ഒരു അസംബന്ധ സിദ്ധാന്തമാണ്. ജലസ്മൃതി എന്നൊക്കെ പറഞ്ഞാൽ ശുദ്ധ അസംബന്ധമാണ്. അപ്പോൾ അതിന്റെ വിശദാംശങ്ങൾക്ക് പോകാൻ നമുക്ക് സമയം കുറവാണ്. സമയം ഉണ്ടെങ്കിൽ പിന്നെ പോകാം. അത്രയും പൈക്കോ സെക്കൻഡുകൾ മാത്രമേ നിലനിൽക്കുന്ന കാര്യങ്ങൾ. ഇത് ഞാൻ നെറ്റ് നോക്കിയപ്പോൾ കണ്ടാണ്. പ്രേതങ്ങൾക്ക് ഒരു വിശദീകരണം ഉണ്ട്, ക്വാണ്ടം തിയറി ഓഫ് ഗോസ്റ്റ്സ്. അത് വളരെ വിശദീകരണം. ഗോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഇംപ്രഷൻ അപ്പോൺ ദ സബാറ്റോമിക് വീവ് ഓഫ് ദ യൂണിവേഴ്സ്, ദ പെർമബിലിറ്റി ഓഫ് ദ ക്വാണ്ടം സ്റ്റേറ്റ്. ഇങ്ങനെയുള്ള വാചകങ്ങളൊക്കെ വെച്ചിട്ട് പ്രേതത്തിന് വിശദീകരിക്കും, ക്വാണ്ടം ഫിസിക്സ് വെച്ചിട്ട്. ഇതാണ് ഇല്ലാത്ത പ്രതിഭാസത്തിന് വല്ലാത്ത സിദ്ധാന്തം. ഒന്നാമത് ഈ പ്രേതം എന്നുള്ള അസംബന്ധ സങ്കല്പം. നമ്മൾ പറഞ്ഞ പോലെ 1, 2, 3, 4, 10 കാരണങ്ങൾ നമുക്ക് പറയാം. കാരണങ്ങൾ കൊണ്ട് പ്രേതങ്ങൾ നിലനിൽക്കാൻ സാധ്യതയില്ല. അപ്പോൾ പ്രേതങ്ങൾ നിലനിൽക്കുന്നതെന്ന് തോന്നുന്നതിന്റെ കാരണങ്ങൾ 1, 2, 3, 4, 5 അതും പറയാം 10 എണ്ണം. ഇതൊക്കെ എന്താണ്? ഇതിനൊക്കെ ഈ രീതിയിലുള്ള ഇല്ലാത്ത പ്രതിഭാസമാണ്. ഞാൻ പറഞ്ഞ പോലെ 10, 20 കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഇല്ലാന്ന് തെളിയിക്കാൻ പറ്റുന്ന പ്രതിഭാസം കാണിക്കുക, ആത്മാവും പ്രേതവും. എന്നാലും പ്രേതത്തിന് എന്തുണ്ട്? വിശ്വസിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. കോടിക്കണക്കിന് ആൾക്കാരുടെ അനുഭവ കഥകൾ അതിനുണ്ട്. അതിന് ഇതുപോലെ സിദ്ധാന്തങ്ങളുണ്ട്. ഇതുപോലെയാണ് ദിസ് ഇസ് ഓൾ പ്യുവർ ഓസ്റ്റന്റേഷൻ. ഐ ലൈക്ക് ഹനുമാൻ. എന്ത് നല്ല വാക്കാണ്. ഇങ്ങനത്തെ വാക്കുകളൊക്കെ വേണം. പ്യുവർ ഓസ്റ്റന്റേഷൻ. പിന്നെ അനുഭവ സാക്ഷ്യങ്ങൾ അടകമ്പടിയില്ലാത്ത ഒരൊറ്റ ചികിത്സാ രീതിയും ലോകത്തില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞാണ്. ഇതാ 1 മാസത്തെ പിഴിഞ്ഞാൽ കിട്ടുന്ന ഇത്രയും കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? ഇപ്പോൾ 8 ഈ നമ്മൾ ഈ പറഞ്ഞ 8 കാരണങ്ങൾ മാറ്റിവെച്ചിട്ട് വേണം വാസ്തവത്തിൽ ഹോമിയോപ്പതി ഫലപ്രദമാണോ അല്ലയോ എന്ന് നമ്മൾ നോക്കാൻ. അതാണ് 8 കാരണങ്ങൾ ഞാൻ പറഞ്ഞത്.
ഇത് നോക്കിയിട്ടുണ്ട് ലോകത്ത് മാന്യന്മാരായിട്ടുള്ള മനുഷ്യന്മാർ. ഇത് മൾട്ടിനാഷണൽ ഒന്നുമല്ല. ഒരു രാജ്യത്ത് ഇപ്പം ഓസ്ട്രേലിയൻ നാഷണൽ ഹെൽത്ത് ആൻഡ് മെഡിക്കൽ റിസർച്ച് കൗൺസിൽ, ഓസ്ട്രേലിയൻ ഗവൺമെൻറ് അവർക്ക് പണം മുടക്കണോ വേണ്ടോ എന്ന് അറിയാൻ വേണ്ടി നടത്തുന്ന പരീക്ഷണമാണ്. ഇതിനെപ്പറ്റി ശാസ്ത്രീയമായ പഠനം നടത്താൻ ഔദ്യോഗികമായി NHMRC ഇൻഫർമേഷൻ പേപ്പർ മാർച്ച് 2015 അവർ ഇറക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഈ ഇൻഡിവിജ്വൽ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ടു ടെൽ വെദർ എ ഹെൽത്ത് ട്രീറ്റ്മെന്റ് ഇസ് ഇഫക്റ്റീവ് ഓർ നോട്ട് സിംപ്ലി ബൈ കൺസിഡറിംഗ് ഇൻഡിവിജ്വൽസ് എക്സ്പീരിയൻസ്. അത് 10,000 10 ലക്ഷം ആയാലും ആൾക്കാർ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് പോട്ട ആശ്രമത്തിലെ ചികിത്സയോ ഹോമിയോപ്പതിയോ ഒന്നും ശാസ്ത്രീയമാവാൻ പോകുന്നില്ല. അത് 1000 വട്ടം 10,000 വട്ടം ആൾക്കാർ ഓരോ പറഞ്ഞു വെച്ചിട്ട് ഒരു കാര്യം സത്യമാവുന്നില്ല. അതിൻ്റെ രീതികളുണ്ട്. ആ രീതി തന്നെ നോക്കണം. എന്തുകൊണ്ട് അങ്ങനെ എഫക്റ്റീവ് അല്ല? വേറെയും കാരണങ്ങൾ നേരത്തെ പറഞ്ഞു. പ്ലാസിബോ ഇഫക്റ്റ്, ചാൻസ്, പിന്നെ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പല സ്റ്റഡിയിൽ വേണം. അങ്ങനെ ഇവർ വളരെ വിശദമായിട്ടുള്ള പഠനങ്ങൾ ഇതിനെപ്പറ്റി നടത്തി. അതിൻ്റെ വിവിധ തരത്തിലുള്ള പഠനങ്ങളാണ്. അതും വിശദമായി പോകാൻ സമയമില്ലാത്ത കഷ്ടമാണ്. സ്റ്റേറ്റ്മെൻറ്റ് മാത്രം പറയാം. NHMRC സ്റ്റേറ്റ്മെൻറ്റ് ഓൺ ഹോമിയോപ്പതി. There are no health conditions for which there is reliable evidence that homeopathy is effective. നേച്ചറും ലാൻസെറ്റും ഒക്കെ പോട്ടെ. ഇത് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് തീരുമാനിച്ചിട്ട് അവരുടെ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗികമായിട്ട് വരുന്നതാണ്. ഇത്രയും ആൾക്കാർ ആ പഠനം നിങ്ങൾക്ക് ഔദ്യോഗികമായിട്ട് നെറ്റ് കിട്ടും. ഇവരുടെ നാഷണൽ ഹെൽത്ത് ആൻഡ് മെഡിക്കൽ റിസർച്ച് കൗൺസിലിൻ്റെ പഠനത്തിൽ അൾട്ടിമേറ്റ് ആയിട്ട് അവർ പറഞ്ഞതാണ്. There are no health conditions. ഒരൊറ്റ രോഗാവസ്ഥവും ഹോമിയോപ്പതി പ്രയോജനകരമാണ് എന്നതിന് തെളിവില്ല എന്ന് വിശദമായിട്ട്. കാരണം അങ്ങനെയാണ് തെളിവുകൾ അന്വേഷിക്കുന്നത്. അനുഭവങ്ങളല്ല, അനുഭവ സാക്ഷ്യങ്ങളെയൊക്കെ പറയാനുള്ള അവസരങ്ങൾ കൊടുത്തിട്ടാണ്. ഈ അനുഭവ സാക്ഷ്യങ്ങളും പഠനങ്ങളൊക്കെ ഈ ഹോമിയോപ്പതിക്കാർ ഭാഗത്തുനിന്ന് സമർപ്പിക്കപ്പെട്ടു. ഇവർക്ക് മറ്റുള്ള വെറും പഠനങ്ങൾ മാത്രമല്ല, ഹോമിയോപ്പതിക്കാരെയും വിളിച്ചു, അവരുടെ പഠനങ്ങൾ സമർപ്പിച്ചു. ഇതൊക്കെ വിശദമായി പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഈ റിപ്പോർട്ട് വളരെ വിശദമായിട്ട് നെറ്റിലുണ്ട്. ഓസ്ട്രേലിയ ഒഫീഷ്യലി ഡീബങ്സ് ഹോമിയോപ്പതി എന്നാണ് 2005 ന്യൂസ് വന്നത്. പിന്നെ ഹൗസ് ഓഫ് കോമൺസ് സയൻസ് ആൻഡ് ടെക്നോളജി കമ്മിറ്റി എവിഡൻസ് ചെക്ക് ഹോമിയോപ്പതി. ഇത് യു കെയിലെ ഹൗസ് ഓഫ് കോമൺസ് പാർലമെന്ററി സമിതി അവർ പറഞ്ഞാണ് വി കൺക്ലൂഡ് ദാറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് ലൈക്ക് ക്യൂവേഴ്സ് ലൈക്ക് ഈസ് തിയറിറ്റിക്കലി വീക്ക്. അത് ഒരു പൊളിഞ്ഞ സിദ്ധാന്തമാണ്. അൾട്രാ ഡയലൂഷൻസ് സയന്റിഫിക്കലി ഇംപ്ലോസിബിൾ. അങ്ങനെ ഒരു തരത്തിലും അത് സയന്റിഫിക്കലി ഇംപ്ലോസിബിൾ ആണ്, അസാധ്യമാണ്. ഹോമിയോപ്പതി പ്രൊഡക്ട്സ് പെർഫോം നോ ബെറ്റർ ദാൻ പ്ലാസിബോസ്. ഞാൻ പറഞ്ഞതല്ല, പിന്നെ മൾട്ടിനാഷണൽ ആൾക്കാർ പറഞ്ഞതല്ല, ഇത് UK ഗവൺമെൻറ് പറഞ്ഞാണ്. ഗവൺമെൻറ് പാർലമെൻ്ററി സമിതി നടത്തിയ പഠനം. there have been enough testing of homeopathy. എത്രയോ ടെസ്റ്റിംഗ് നടന്നു കഴിഞ്ഞു, എല്ലാം നിഷ്ഫലമാണെന്നാണ് പറഞ്ഞത്. We do not doubt, ഇതാണ്, we do not doubt, I also do not doubt that homeopathy makes some people feel better. Definitely, it makes some patients feel better. However, patient satisfaction can occur through placebo effect alone, and therefore does not prove the efficacy of homeopathic interventions. Homeopathy അത് പ്രൂഫേ അല്ല. ആൾക്കാർക്ക് സുഖമുണ്ട് എന്നുള്ളത് ഹോമിയോപ്പതിയുടെ ശാസ്ത്രീയതക്കും ഫലപ്രദമാകുന്നതിൽ തെളിവല്ല. അപ്പോൾ NHSലൊക്കെ ഇത് അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സയൻസ് ഈസ് എ കളക്ഷൻ ഓഫ് മെത്തേഡ്സ് ദാറ്റ് ആർ ഡിസൈൻഡ് ടു കൺട്രോൾ ഫോർ ദ സിഗ്നിഫിക്കൻറ്റ് ഹ്യൂമൻ ടെൻഡൻസി ടുവേർഡ്സ് ബയസ് ആൻഡ് മിസ്പെർസെപ്ഷൻ. നമുക്ക് ഈ തെറ്റിദ്ധാരണകളും പക്ഷപാതിത്വത്തിനും തെറ്റിദ്ധാരണക്കുമുള്ള മനുഷ്യൻ്റെ സഹജ പ്രവണത അതാരുടെയും കുറ്റമേ അല്ല. നമ്മൾ തന്നെ ഓർമ്മകളും ഇതൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഞാൻ തന്നെ ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എൻ്റെ പ്രാക്ടീസിലുള്ള അബദ്ധങ്ങളല്ല ഞാൻ ഓർക്കുക. സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ രീതിയിൽ, അതാണ് നമ്മുടെ മനുഷ്യൻ്റെ ഒരു രീതി. പക്ഷപാതിത്വത്തിനും തെറ്റിദ്ധാരണക്കുമുള്ള മനുഷ്യൻ ഇതില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് മനുഷ്യൻ്റെ രീതി. ഈ സഹജ പ്രവണതയെ ചങ്ങലക്കിട്ടിട്ട് ശാസ്ത്രത്തിന് പരിഗണിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള അനുഭവ കഥനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ശാസ്ത്രീയമായ മെത്തേഡുകളിലുള്ള പഠനങ്ങൾ നമുക്ക് ആവശ്യം വരുന്നത്. നമ്മളിതുവരെ കണ്ടതിനെക്കാട്ടിലും കേട്ടതിനെക്കാട്ടിലും ആവേശകരമായ ഒരു സെഷനാണ് ഇനി നടക്കാൻ പോകുന്നത്. 2 ഡോക്ടർമാർക്കും 3 ചോദ്യങ്ങൾ വീതം പരസ്പരം ചോദിക്കാം. അതിന് വളരെ ഹ്രസ്വമായി മറുപടി തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ആദ്യമായി ഡോക്ടർ സുകുമാരൻ സാറായിരിക്കും ഡോക്ടർ വിശ്വനാഥൻ സാറിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. വിശ്വനാഥൻ സാർ, വൈദ്യരംഗത്ത് താങ്കൾ വളരെ വർഷമായിട്ട് കോളേജ് ലെവലിലും ടീച്ചിങ് ലെവലിലും എല്ലാം പ്രവർത്തിക്കാറുണ്ട്. ഈ കാലഘട്ടത്തിനുള്ളിൽ നമ്മളുടെ ഈ എല്ലാ സ്റ്റേറ്റുകളിലും ഹോമിയോ ബോർഡ്സ് ആൻഡ് ഹോമിയോ കോളേജസ് ആർ എസ്റ്റാബ്ലിഷ്ഡ്. ഡു യു തിങ്ക് ദ ഗവൺമെൻറ്റൽ ഡിസിഷൻ ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ദീസ് കോളേജസ് is simply to misguide the younger generation of this country, or they are doing a very big crime?
If that is a big crime, have you raised your voice either through you or your organization to which you are attached? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് സാർ ചോദിച്ചത്. ഗവൺമെൻറ് പല പരിപാടിയും നടത്തുന്നുണ്ട്. ദേവസ്വം ബോർഡ് എന്നൊരു സ്ഥാപനം ഇന്ത്യയിൽ, ദേവസ്വം ബോർഡ് എറണാകുളത്ത് മലബാർ ദേവസ്വം ബോർഡ് സർക്കാരിൻ്റെ പണം മുടക്കി ചെയ്യുന്ന കാര്യമാണ്. ഞാനൊരു അവിശ്വാസിയാണ്, പിന്നെ നിരീശ്വരനാണ്, പിന്നെ യുക്തിവാദിയാണ്. പറയുന്നതിന് എനിക്കൊരു വിഷമമില്ല. ഞാൻ കണക്ക് കൂട്ടുന്നത് ഈ സർക്കാർ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞ് ചെലവ് ചെയ്യുന്നതൊക്കെ ശുദ്ധമായ അസംബന്ധമാണ്. എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ ആണ് ഞാൻ ഹോമിയോപ്പതിയെയും കാണുന്നത്. പല കാരണങ്ങളുണ്ടാവും, ചരിത്രപരമായ കാരണങ്ങൾ കൊണ്ടാണ് ദേവസ്വം ബോർഡ് എന്നൊരു പ്രസ്ഥാനം ഉണ്ടാവുന്നത്. ഇതുപോലെ തന്നെ ചരിത്രപരമായ കാരണങ്ങൾ കൊണ്ടാണ് ഇന്ത്യയിൽ ഹോമിയോപ്പതി. പിന്നെ ഇത് ഈ ജനാധിപത്യത്തിൻ്റെ ഒരു എല്ലാ ഗവൺമെൻറ് ഒരു സോഷ്യൽ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു സംഗതി ഉണ്ടായാൽ ചരിത്രപരമായ കാരണങ്ങൾ ഉണ്ടായാൽ കൃത്യമായും പിന്നെ അതിനെ വിലയിരുത്തുകയോ അത് ഗുണപ്രദമാണോ അല്ലയോ എന്ന് നിശ്ചയിക്കാനോ മറ്റുമുള്ള സംവിധാനങ്ങളൊന്നും ഇവിടെ ഇല്ല. പിന്നെ ഒക്കെ പ്രഷറിൻ്റെ പുറത്തും ഒക്കെയാണ് എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നത് നമുക്കറിയാം. അപ്പോൾ ചരിത്രപരമായ കാരണങ്ങൾ കൊണ്ട് ഇവിടെ ഇങ്ങനെ ഈ സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് മിസ്ലീഡ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടുന്നല്ല, നല്ല ഉദ്ദേശത്തോട് തന്നെയാണ്. ഇപ്പം ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും വലിയൊരു ശതമാനം, ഞാൻ പറയുന്നത് ഒരു 90-99% വളരെ സത്യസന്ധരായിട്ടുള്ള മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാരാണ്. അവരെ ഈ പറയുന്നതൊക്കെ വിശ്വസിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈ പൂജ ചെയ്യുന്ന പൂജാരിമാരും ഒക്കെ അവർ ചെയ്യുന്നത് വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അവരുടേതായ വിശ്വാസ ലോകത്തെ സംബന്ധിച്ച് അവർ സത്യസന്ധരാണ്. പക്ഷേ ഇതിന് പുറത്തു നിന്ന് വിമർശിക്കാനുള്ള അധികാരവും നമുക്കുണ്ട് ഒരു പൗരന്നുള്ള നിലക്ക്. ഈ ബിലീഫ് സിസ്റ്റത്തിനെ ഗവൺമെൻറ് പിന്തുണക്കുന്നു എന്നതുകൊണ്ട് അത് ന്യായീകരിക്കത്തതാവുന്നില്ല എന്നാണ് എൻ്റെ ഒരു പ്രശ്നം. എൻ്റെ ഒരു വിഷയം, ഒരു മറുപടി. രണ്ടാമത്തെ മറുപടി, ഇതിനെതിരെ ഞാൻ എന്ത് ചെയ്തു എന്നുള്ളതാണ്. ഞാനൊരു വ്യക്തി എന്ന നിലയിൽ പറയാവുന്നിടത്തൊക്കെ, ഞാൻ മുമ്പ് നടന്ന ഹോമിയോ സംഭവത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇത് ഈ നമ്മുടെ കേരള സമൂഹത്തിൽ 100 കുട്ടികൾ ഒരു ദിവസം, കേരളത്തിലെ കാര്യം ഞാൻ പറയുന്നത്, 100 കുട്ടികൾ ഒരു വർഷം, ഏറ്റവും മിടുക്കന്മാർ പാലായിലും കോട്ടയത്തും പോയി കരതലാമലകം പോലെ അപകടസംഖ്യയും എല്ലാ സിദ്ധാന്തങ്ങളും കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ പഠിച്ച് സയൻസിൻ്റെ അങ്ങേയറ്റം വരെ +2 ലെവലിലെത്താൻ അതിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന ഏറ്റവും മിടുക്കന്മാരായിട്ടുള്ള കുട്ടികൾ ഇതൊക്കെ മറന്നിട്ട് മാർത്താണ്ഡവർമ്മയുടെ കാലത്തുള്ള ചില പിന്നെ പഴയ പുരാതന സംഗതിയിൽ പഠിക്കേണ്ടി വരിക, അതിനുവേണ്ടി ഒരു ജീവിതകാലം മുഴുവൻ ചെലവഴിക്കേണ്ടി വരിക എന്നുള്ളൊരു ദുരവസ്ഥയാണ്. അതിനെതിരെ ഞാൻ പരമാവധി എൻ്റെ വേദികളിൽ സംസാരിക്കുന്നുണ്ട്, ഇപ്പം ശ്രമിക്കുന്നുണ്ട്. എൻ്റെ IMAയിൽ പോയിട്ട് ഞാൻ ഒരു പറഞ്ഞിട്ട് IMA ഒന്നും ഇതിനെതിരെ ചെയ്തൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അതൊരു പ്രൊഫഷണൽ ബോഡിയാണ്, ഒരു ശാസ്ത്രീയ ബോഡിയോ ശാസ്ത്രത്തിൻ്റെ പ്രശ്നമല്ല. അവിടെ വേറൊരു പ്രൊഫഷണൽ ബോഡിയായിട്ട് അവർ ഒരിക്കലും പ്രശ്നത്തിൽ വരില്ല. അത് വേറൊരു വിഷയം. ഞാൻ എന്തെങ്കിലും എൻ്റെ IMA ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ പറയുന്നുണ്ടായിട്ടുണ്ട്, പരസ്യമായി പറയാവുന്നിടത്തൊക്കെ ഞാനത് പറയുന്നുണ്ട്. പ്രധാനമായിട്ട് രക്ഷിതാക്കളോട് പറയുന്നത്, ഈ ഹോമിയോപ്പതി എന്ന് പറഞ്ഞാൽ സാറൊന്നും വിചാരിക്കരുത്, ശുദ്ധ അസംബന്ധമാണ്. നിങ്ങളുടെ കുട്ടികളെ ഇതിന് വിടാൻ പാടില്ല. വലിയ കഷ്ടമാണ്. കാരണം ഒരു ആയുഷ്കാലം മുഴുവനും ഇങ്ങനെ ഒരു അസംബന്ധ പ്രസ്ഥാനത്തിന് വേണ്ടി വാദിക്കുകയും ജീവിക്കുകയും ചെയ്യേണ്ടി വന്നാൽ അത്രത്തോളം അർത്ഥശൂന്യമാവുന്ന ഒരു പരിപാടി വേറെയില്ല. അവിടെ എനിക്ക് നിങ്ങളോടാണ് പറയാനുള്ളത്, നിങ്ങളുടെ കുട്ടികളെ, എൻട്രൻസ് പഠിക്കുന്ന കുട്ടികളെ വേറെ എന്തെടുത്താലും, പണ്ട് വീട്ടിൽപ്പെട്ട നായയായി ജനിക്കാം, പൂച്ചയായി ജനിക്കാം, അപ്പനായി ജനിക്കാൻ പറ്റില്ല എന്ന് വീട്ടിൽപ്പെട്ട പറഞ്ഞു. അതേപോലെ എന്തോ എടുക്കാം. നിങ്ങൾ വെറ്റിനറി എടുത്തോളൂ, ശാസ്ത്രാധിഷ്ഠിതമാണ്. ഡെന്റൽ എടുത്തോളൂ, ശാസ്ത്രാധിഷ്ഠിതമാണ്. നഴ്സിംഗ് എടുത്തോളൂ, ശാസ്ത്രാധിഷ്ഠിതമാണ്. മോഡേൺ മെഡിസിൻ എടുത്തോളൂ, ശാസ്ത്രാധിഷ്ഠിതമാണ്. ദയവ് ചെയ്ത് ഈ BHMS എടുക്കരുത്, BAMS എടുക്കരുത്. അത്രേ എനിക്ക് ഒരു കാര്യത്തിൽ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. രണ്ട് ഡോക്ടർമാരും വളരെ ചുരുക്കി ഉത്തരം പറയണമെന്ന് ഞാൻ വീണ്ടും കൂടി അഭ്യർത്ഥിക്കുകയാണ്. കാരണം നമ്മുടെ കയ്യിൽ സമയം വളരെ കുറവാണ്. 3 മണിക്കാണ് ഈ പരിപാടി അവസാനിപ്പിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് വളരെ ചുരുക്കി ഈ പരിപാടി അവസാനിപ്പിക്കാം. രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നതിനും അതിന് വളരെ വളരെ ചെറിയൊരു മറുപടി പറയുന്നതിനും വേണ്ടി ഞാൻ സാറിനെ ക്ഷണിക്കുകയാണ്. സാറ് ഇതിനിടയ്ക്ക് വളരെയധികം ഹോമിയോ പേഷ്യൻസിനെ കാണുകയും അവരുടെ അനുഭവങ്ങളിൽ കൂടി സഞ്ചരിക്കാൻ ഒരു അവസരം കിട്ടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞ ഒരു വ്യക്തി പോലും പറഞ്ഞത് ഒരു കാര്യപ്രസക്തമായിട്ട് സാറിന് തോന്നിയിട്ടില്ലേ? ഓക്കെ, അനുഭവ വിവരണങ്ങൾ ഞാൻ പറഞ്ഞില്ല. ഞാൻ നേരത്തെ ഇവരുടെ UK പാർലമെൻ്ററി കൗൺസിലിൻ്റെ ഇത് എടുത്ത് പറയുണ്ടായി. അതായത് I have no doubt that people do get benefit from homeopathy. They feel better. നല്ലതാണ്. ഇപ്പോൾ പല കാര്യങ്ങളും ഞാൻ പറയും, 8 കാരണങ്ങൾ കൊണ്ട് പലർക്കും പല ഭേദമുണ്ട്. ഞാൻ അതിൽ ഒരു തരത്തിൽ ഞാൻ നിഷേധിക്കുന്നില്ല. അവർക്കൊരു ഭേദമില്ല ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് ഇതാണ്,
ഇതല്ല എഫക്റ്റീവ്നെസ്സിൻ്റെ ഒന്ന് ഇഫക്റ്റീവ് ആണെന്ന് പറയാൻ അതിൻ്റെ ക്രൈറ്റീരിയൻ ഇതല്ല. അതായത് ഒരാൾക്ക് ഗുണം കിട്ടുന്നു എന്നതല്ല. എങ്കിൽ ഞാൻ മൂത്രചികിത്സയെ സപ്പോർട്ട് ചെയ്യണം. എന്തെല്ലാം കാര്യം നാട്ടിൽ നടക്കുന്നുണ്ട്. കോട്ടയെ ഞാൻ സപ്പോർട്ട് ചെയ്യണം. അവിടെയൊക്കെ ആൾക്കാർക്ക് ധാരാളം ഗുണങ്ങളുണ്ട്. സാറ് പറഞ്ഞ പോലെ ഞാൻ പലരിൽ നിന്നും ഇതിൻ്റെ അനുഭവ കഥകൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ അനുഭവ കഥകളൊന്നും ഇറ്റ് ഈസ് ഇഫക്റ്റീവ് ബിയോണ്ട് എ പ്ലാസിബോ എന്ന് എന്നെ ബോധ്യപ്പെടുത്തിയില്ല എന്നാണ് സത്യം. സർ, അനുഭവ സാക്ഷ്യങ്ങളെ പറ്റി സാർ പറഞ്ഞു. പക്ഷേ സാർ ഇവിടെ ചൂണ്ടിക്കാണിച്ച ഒരു ദൈവവചനം എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ ചില ആളുകൾ വന്ന അവരുടെ അനുഭവങ്ങൾ വെറുതെ വിവരിക്കുകയാണ് ചെയ്യുന്നത്. ക്യാൻസർ മാറി അല്ലെങ്കിൽ ക്ഷയം മാറി എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഹോമിയോപ്പതിയിലെ അനുഭവ സാക്ഷ്യങ്ങൾ ആ രീതിയിലല്ല സാക്ഷ്യപ്പെടുത്തുന്നത്. ഇത് ക്ലിനിക്കൽ പ്രൂവിങ് അല്ലേ സർ? ക്ലിനിക്കൽ പ്രൂവിങ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ മെത്തഡോളജിയാണത്. അതായത് ആരെങ്കിലും ഇത് എന്തെങ്കിലും അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുകയല്ല, മറിച്ച് ഒരു ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിൽ വളരെ സ്ട്രക്ചേർഡായിട്ട് വസ്തുനിഷ്ഠവുമായിട്ടുമുള്ള അനുഭവങ്ങളാണ് അവർ സാക്ഷ്യപ്പെടുത്തുകയും അത് വിശകലനം ചെയ്തതിനു ശേഷമാണ് ക്ലിനിക്കൽ പ്രൂവിങ്ങിൽ കൂടി കിട്ടിയ ഈ അറിവ് റെക്കോർഡ് ചെയ്തിട്ടാണ് മെറ്റീരിയ മെഡിക്ക എന്ന് പറയുന്ന വൈദ്യശാസ്ത്ര ഗ്രന്ഥത്തിലേക്ക് പിന്നീട് ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇത് അനുഭവ സാക്ഷ്യം എന്ന് സാർ പറയുമ്പോൾ ഇത് വേറൊരു രീതിയിലാണ് അനുഭവ സാക്ഷ്യം ശാസ്ത്രീയമായി പിന്നെ റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി സാറ് ഒന്ന് വിശദമാക്കിയാൽ കൊള്ളാം. റഫറി ഗോളടിക്കരുത്. അത് ഞങ്ങൾ കളിക്കാറുണ്ട്. അപ്പോൾ ഒന്നാമത് മനോജ് പറഞ്ഞത് തെറ്റാണ്. സിമ്പിളായിട്ട് ഹോമിയോപ്പതിക് പ്രൂവിങ് എന്നതിനെ പറ്റി മനോജിനുള്ള ധാരണയെ പിശകാണ്. ഹോമിയോപ്പതിക് പ്രൂവിങ് എന്ന് പറഞ്ഞാൽ ഈ മരുന്ന് ആരോഗ്യമുള്ള ആൾക്കാരിൽ കൊടുത്ത് അവരിൽ ചില അനുഭവങ്ങൾ ഉണ്ടാവുന്നു എന്ന് മാത്രമാണ് അർത്ഥം. അത് വേറെ രീതിയാണ്. ആ രീതിയൊക്കെ വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞു. വിശന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. വേറെ അവസരത്തിൽ പിന്നെയും പറഞ്ഞുതരാം. എത്ര ഒരു അസംബന്ധ ജടിലമായ ഒരു പരിപാടിയാണ്. ആ വെള്ളിയുടെ ഉദാഹരണം ഞാൻ പറഞ്ഞു കാണിച്ചു തന്നു. ഇതൊക്കെ ഇങ്ങനെ ഈ മെറ്റീരിയ മെഡിക്ക അദ്ദേഹം പറഞ്ഞല്ലോ, മെറ്റീരിയ മെഡിക്ക പ്യൂറ എന്ന് പറഞ്ഞിട്ടുള്ള ഹനുമാന്റെ പുസ്തകത്തിൽ നിന്ന് എടുത്തതാണ് ഞാൻ വായിച്ചത്. ഇതൊക്കെ കേട്ട ശേഷം പിന്നെയും രാമനും സീതയും എന്ത് ബന്ധം ചോദിക്കല്ല എൻ്റെ മനോജ്. മൂന്നാമത്തതും അവസാനത്തതുമായ ചോദ്യം ചോദിക്കാൻ വേണ്ടി ശ്രീ ഡോക്ടർ സുകുമാരൻ സാറിനെ ക്ഷണിക്കും. ഈ 1913 ആലപ്പി ഡിസ്ട്രിക്റ്റിൽ പ്രത്യേകിച്ചും കുട്ടനാട് മേഖലകളിൽ ചിക്കൻ ഗുനിയ വളരെ കാര്യമായിട്ട് പരക്കുകയുണ്ടായി. ആ അവസരത്തിൽ ഒരു മെയിൻ സ്ട്രീമും ഒരു സബ് സ്ട്രീമും അവിടെ ഗവൺമെൻറ് രൂപവൽക്കരിച്ചു. അതിൽ ഹോമിയോപ്പതിയായിരുന്നു സബ് സ്ട്രീമിൻ്റെ മുഖ്യ ഘടകം. ഈ ചിക്കൻ ഗുനിയ എപ്പിസോഡെല്ലാം കഴിഞ്ഞതിന് ശേഷം ഗവൺമെൻറ് ഓഫ് കേരള ഹാസ് ഇഷ്യൂഡ് സം ഇൻഫർമേഷൻ. സാറ് അത് ഗോ ത്രൂ ചെയ്തിട്ടുണ്ടോ? ഞാനത് ഇപ്പം വളരെ കൃത്യമായി റെഫറൻസിൻ്റെ കയ്യിലില്ല. ഞാൻ അന്ന് നോക്കിയിട്ടുണ്ട് എന്താണ് പറഞ്ഞതെന്നുള്ളത്. കാരണം വലിയ തമാശയാണ്. ഒരു സ്ലൈഡ് തന്നെ ഉണ്ട്. ഇതൊന്നും നേരെ ഉണ്ടായിരുന്നു. ഞാൻ പറയില്ല 3 മണിക്കൂർ എടുക്കണം. എപ്പിഡമിക്കിന് വേണ്ടിയിട്ട് ഹോമിയോപ്പതി ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. എപ്പിഡമിക്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കേരളത്തിൽ. അത് ഈ പറഞ്ഞ പോലെയാണ്. അവിടെയാണ് ഞാൻ ആ സ്ലൈഡ് എടുത്ത് വെച്ചിരുന്നത്, ദേവസ്വം ബോർഡിൻ്റെ. കാരണം ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. കാരണം കേരളത്തിലെ ഹോമിയോപ്പതി കേരളത്തിൽ വളരെ സ്ട്രോങ് ആണ്. വലിയൊരു പ്രൊഫഷണൽ ബോഡി അവിടെ ഉണ്ട്. ഒരുപാട് ആൾക്കാർ അതിനുകൊണ്ടാണ് ജീവിക്കുന്നത്. അവരുടെ സമ്മർദ്ദമുണ്ട്, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്നും അവരുടെ ഹോമിയോപ്പതി വകുപ്പ് ഇങ്ങനെ ചില നിർദ്ദേശങ്ങളും ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അവർക്ക് അവരുടേതായ രീതികളും കാര്യങ്ങളും ഒരു യൂണിറ്റൊക്കെ ഉണ്ടാക്കുകയും ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഈ എസൻസ്. ഇതൊന്നും തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ശാസ്ത്രീയ ഫലപ്രദത്തിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇപ്പോൾ പിന്നെ എന്താണ് പറയുക, വിവരാവകാശ നിയമപ്രകാരം നമ്മളൊരു ചോദ്യം ചോദിച്ചു. ഇവിടെ നടക്കുന്ന പ്രതിചികിത്സ കേന്ദ്രങ്ങളെക്കുറിച്ച് അതിന് എന്തെങ്കിലും നിയന്ത്രണം ഉണ്ടാകും? ഒരു നിയന്ത്രണമില്ല എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം. അത് ഇതുപോലെ എന്താണ് വലിയ വലിയ രാജ്യങ്ങളിൽ പല വലിയ വലിയ കാര്യങ്ങൾ നടക്കുന്നു. വേണ്ട ഒരു ഹിന്ദി സിനിമയുടെ ഡയലോഗല്ലേ, ഇവിടെ അതേപോലെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ശാസ്ത്രീയമല്ല. ഹോത്തേ രേത്തേ ഹേ. ഇനി ഡോക്ടർ സുകുമാരനോട് 3 ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ഡോക്ടർ വിശ്വനാഥനെ ഞാൻ ക്ഷണിക്കുകയാണ്. രോഗങ്ങൾക്ക് കാരണം ഭൗതികമല്ല എന്ന് ഹനുമാൻ പറയുന്നുണ്ട്. അതായത് രോഗകാരണങ്ങൾ ഭൗതികമല്ല, ഭൗതികമായ കാരണങ്ങൾ കൊണ്ടല്ല രോഗങ്ങളുണ്ട്. അത് ഫിസിക്കലല്ല കാരണങ്ങൾ, അത് അഭൗതികമായ കാരണങ്ങൾ കൊണ്ടാണ് എന്ന് ഹനുമാൻ പറയുന്നതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്, ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? 1779 നിന്ന് നമ്മൾ എത്രയോ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞു. ഈ പമ്പാ നദിയിലൂടെ അധികം വെള്ളം ഒഴുകിക്കഴിഞ്ഞിരിക്കുന്നു. അത് അനുയോജ്യമായിട്ട് ആവശ്യം അനുസരിച്ചിട്ട് പല രീതിയിലുള്ള
ചേഞ്ചസുകളും വന്നിട്ടുണ്ട്. പക്ഷെ അത് പൊതുധാരയിൽ എത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു സിലബസ് സെലക്ട് ചെയ്യാനാണെങ്കിൽ ഇപ്പോഴത്തെ സിലബസിൽ പലതും ഞാൻ വെട്ടിത്തിരുത്തും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റോഡ് വെട്ടി ആ റോഡിലൂടെ തന്നെ ഞാൻ സഞ്ചരിക്കണം എന്നൊരിക്കലും നിർബന്ധമില്ല. അതിലും അനുയോജ്യമായ ഒരു റോഡ് അതേ ലക്ഷ്യത്തിലേക്ക് പോകുന്നുണ്ടെന്ന് വരില്ല, നമുക്കതും സ്വീകരിക്കാം. ഈ 52 elements ആൻഡ് ഇറ്റ്സ് കോമ്പിനേഷൻ ആൻഡ് ഇറ്റ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഡോക്ടർ ഹനുമാൻ ഉണ്ടായിരുന്ന വഴിയിൽ നേരെ എഴുന്നേറ്റ് വന്നിട്ട് എൻ്റെ ചെവിക്ക് പിടിച്ചിട്ട് പറയും, സുകുമാര ഇങ്ങനെയൊക്കെ പറയാൻ ഞാൻ നിന്നോട് പറഞ്ഞോ എന്നൊരു പക്ഷേ ചോദിച്ചിരുന്നിരിക്കാം. പക്ഷേ ഹനുമാൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അത്യാധുനികതയുടെ എല്ലാ വിധത്തിലുള്ള ശാസ്ത്രീയ വശങ്ങളും ഉൾക്കൊള്ളാനും അതിലൂടെ ഹോമിയോപ്പതി പ്രോത്സാഹിപ്പിക്കാനുമാണ് ഞാൻ ഏക വ്യക്തി എന്നുള്ള രീതിയിൽ തന്നെ ഒരു മുഖ്യധാരയിൽ എത്തിയിരിക്കുന്നത്. എന്നെ 639 ഹോമിയോപ്പതി ഡോക്ടേഴ്സ് വിമർശിച്ചിട്ടുണ്ട്. ഞാൻ ഈ കൺസെപ്റ്റ് when I put forth, and there are perhaps certain bodies which will be opposing me in tail and north, but that should not deter me. ഏകദേശം വളരെ തുച്ഛം 120 yearsന് കൂടുതൽ ജീവിക്കാനൊക്കെയാണ്. ഞാൻ വെരി യങ്, ഐ ആം ഓൺലി 75 years old, so I don't have much time to waste. So I pursue my academic interest and ensure that I am not misleading my brethren. രണ്ടാമത്തെ ചോദ്യം, ഹനുമാൻ സിഫിലിസ് രോഗത്തിന് 30 ആവർത്തിച്ച, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 30C മെർക്കുറി കൊടുക്കാനാണല്ലോ പറയുന്നത്. ഇന്ന് ഒരു സിഫിലിസ് രോഗിയെ സാർ അങ്ങനെ ചികിത്സിക്കുമോ? അതായത് ഈ നമ്മൾ ഓരോ മരുന്നുകൾക്കും ഒരു പ്രത്യേക കാലഘട്ടം, അതായത് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് അത് മെർക്കുറി തന്നെ വേണമെന്നൊരു നിർബന്ധവുമില്ല. സിംറ്റം അനുസരിച്ചാണ്. അവൻ ചൊറിച്ചിലാണോ പുകച്ചിലാണോ, അവൻ്റെ വ്രണങ്ങളിലൂടെ വല്ലതും ചലം ഒഴുകുന്നുണ്ടോ, അവൻ്റെ സമീപനം സൗമ്യമാണോ അതോ അവൻ ക്രൂരനാണോ, ഇതെല്ലാം നമ്മൾ വിലയിരുത്തിക്കൊണ്ടായിരിക്കും ഒരു 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 ഫോം ഓഫ് അവർ പ്രോട്ടോക്കോൾ നിശ്ചയിക്കുന്നത്. ആ പ്രോട്ടോക്കോളിൽ ഞാൻ ഒരിക്കലും കുഴി എന്നാറില്ല, അപ്പം തിന്നാറേ ഉള്ളൂ. എനിക്ക് അപ്പങ്ങൾ കിട്ടാറുണ്ട്. മൂലകങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ നാട്രം മൂറിൻ്റെ കാര്യം പറയുണ്ടായി. അതായത് ഉപ്പ് കുറഞ്ഞ ഒരാൾക്ക് നാട്രം മൂർ കൊടുക്കും, എലമെന്റ് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അതായത് മൂലകങ്ങൾ കുറയുമ്പോൾ മൂലകങ്ങൾ കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നാട്രം മൂർ 30C കൊടുക്കുകയാണെങ്കിൽ അതിൽ സോഡിയത്തിൻ്റെ ഈ മൂലകത്തിൻ്റെ വല്ല അംശവും ഉണ്ടാവുമോ? ഉണ്ടാവില്ലെങ്കിൽ ഈ മൂലകത്തിൻ്റെ ഇംബാലൻസ് സാർ എങ്ങനെ കറക്റ്റ് ചെയ്യും ഈ നാട്രം മൂർ കൊടുത്തിട്ട്? അതായത് നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഈ മൂലക തത്വങ്ങളിൽ മെംബ്രെയിൻ ടെക്നോളജി. ഓക്കെ, ഇവിടെ ഒരു സ്റ്റാൻഡ് സ്റ്റിൽ പ്രൊസീജിയറിൽ നാട്രം മൂർ എത്തുകയാണ്. For example, very recently from Ernakulam, one patient has been shifted to Bombay. He is admitted in one of the major hospitals in Vashi. ഒരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടിയിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ സോഡിയം ലെവൽ വളരെ കുറവാണ്. അത് അൺലെസ് ഇറ്റ് ഈസ് ബ്രിങ് ടു 135 to 136, he will not be able to perform well and this kind of dilapidation will continue. So they were not agreeing, but ultimately decided for a biochemistry. Okay, biochemistry has revealed that his sodium level is 124. Now I am a homeopath. I have given natron more 6x 3 days continuously, and you can check the veracity. I shall give the telephone number of the people involved, and he has definitely got up and asked why you have brought me here. Now another one example, if time is there, Manoj, time is there, I can spend for 2 more minutes. A small incident I shall tell. From America one lady has been brought. അമേരിക്കയിൽ ഒരു സ്ത്രീയെ കൊണ്ടുപോയിരുന്നു ബ്രെയിൻ സർജറിക്ക്. ഇവിടെ ദുബൈയിൽ കൊണ്ടുപോയത്. അവിടെ ദുബൈയിൽ ഫെസ്റ്റിവലിൽ അവർ തലകറങ്ങി താഴ്ച വീണു. അവിടുത്തെ ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വളരെയധികം
പിന്നെ പരിശോധനകളെല്ലാം നടത്തി അവരൊരു തീരുമാനം ചെയ്തു, അവിടെ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അവരെ ന്യൂയോർക്കിലേക്ക് പറഞ്ഞു. ന്യൂയോർക്കിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ന്യൂയോർക്ക് ഹോസ്പിറ്റലിൽ ഒരു 1/2 കിലോ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അത്രമാത്രം ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ടായിരുന്നു. ആൻഡ് നീതി മിശ്ര എന്ന ഒരു ഡോക്ടർ അവിടെയുണ്ട്. അവർ എൻ്റെ കൂട്ടത്തിൽ ഇവിടെ അവർ അലോപ്പതാണെങ്കിലും ഹോമിയോപ്പതി കൂടി പരിശീലിച്ചിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു. അപ്പോൾ അവർ ഇവരോട് പറഞ്ഞു, ഒരു ബ്രെയിൻ സർജറിക്ക് ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് തന്നെ ബോംബെയിൽ പോയിട്ട് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നത് നന്നായിരിക്കും. ഈ സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടിയിട്ട് അവർ പോയത് ജസ്റ്റ് ലോക്ക് ഹോസ്പിറ്റലായിരുന്നു. ജസ്റ്റ് ലോക്ക് ഹോസ്പിറ്റലിലെ ഇൻവെസ്റ്റിഗേഷനൊക്കെ കഴിഞ്ഞ് അവർക്ക് ഒരു ഡേറ്റ് ഓഫ് അഡ്മിഷൻ എല്ലാം നിശ്ചയിച്ചതിന് ശേഷമാണ് അവർ എൻ്റെ അടുക്കൽ വന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയില്ല. ഈ കൊണ്ടുവന്ന പേപ്പറെല്ലാം നോക്കിയതിന് ശേഷം ഞാനിത് വളരെ ലാഘവത്തോടുകൂടി എടുത്തു. പറഞ്ഞു, ഇത് സാരയില്ലേ, ഇത് 1 മണിക്കൂറിനുള്ളിൽ ശരിയാകും. ഈ സ്ത്രീയുടെ ഭർത്താവിന് വളരെയധികം ദേഷ്യം തോന്നി. അദ്ദേഹം എന്നോട് ശോഭിച്ചു, ഡോക്ടർ, ഈ മാതിരി ഒരു അഭിപ്രായത്തിന് വേണ്ടിയല്ല ഞാൻ വന്നത്. ഞങ്ങൾ ഇന്ന ഇടത്തിൽ പോയി ഇത്രാം തീയതിയോട്ട് സഫർ ചെയ്യുന്നതാണ്, വളരെയധികം പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നതാണ്. അത് കാരണം ഇത്രയും ലാഘവമായിട്ട് നിങ്ങൾ ഇതിനെ എടുക്കരുത്. ഏതായാലും നിങ്ങളിവിടെ വന്നു, എന്നെ വിശ്വസിച്ചുകൊണ്ടാണ് വന്നത്. ഓക്കെ, എന്നെ പ്രവർത്തിക്കാനായിട്ട് അനുവദിക്കുക. അതിന് തയ്യാറുണ്ടെങ്കിൽ ഇരിക്കുക, അല്ലെങ്കിൽ ഉടനെ സ്ഥലം വിടുക. ഓക്കെ, അത് പറഞ്ഞു, യെസ്, ഞാൻ 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. എൻ്റെ ശ്രീമതി ഇടുക്കിൽ പറഞ്ഞു, ഒരു നാരങ്ങ വെള്ളത്തിൽ ഉപ്പിട്ട് കൊണ്ടുവരാനായിട്ട് പറഞ്ഞു. ഓക്കെ, നാരങ്ങ വെള്ളത്തിൽ ഉപ്പിട്ട് കൊണ്ടുവന്നു. 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഷീ ഹാസ് ലിഫ്റ്റഡ് ഹെയർ നെക്ക്. ഷീ ടോൾഡ് that I can see you. ഓക്കെ, ബാക്കിയുള്ള എല്ലാം നമ്മളിവിടെ സമയപരിധി കൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് എൻ്റെ ഒരു വീടിന് വേണ്ടിയിട്ടുള്ള വിസ അവർ വിട്ടു തന്നു. അവിടെ ദുബൈയിൽ ചെന്നിട്ട് 1 മാസം അവരുടെ കൂട്ടത്തിൽ താമസിക്കാൻ. ശ്രോതാക്കളിൽ നിന്നുള്ള ചോദ്യങ്ങൾക്കുള്ള സമയമാണ്. അതിനു മുമ്പ് എനിക്കൊരു ചോദ്യം ഡോക്ടർ സുകുമാരൻ സാറിനോട് ചോദിക്കാനുണ്ട്. കാരണം വിശദാനന്ദ സാറിനോട് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് താങ്കളോട് ഒരു ചോദ്യം ചോദിക്കാം. കാരണം ഇവിടെ ആധുനിക വൈദ്യശാസ്ത്രജ്ഞന്മാരും ആധുനിക ശാസ്ത്രവും ഹോമിയോപ്പതിക്കെതിരായിട്ട് ഉയർത്തുന്ന വളരെ കൃത്യമായൊരു നിലപാട് ഇത് അവഗാഡ്രോ പ്രിൻസിപ്പിളിന് വിരുദ്ധമാണെന്നുള്ളതാണ്. അവഗാഡ്രോ പ്രിൻസിപ്പിളിൻ്റെ രീതിയിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഹോമിയോപ്പതിയിൽ മരുന്നിൽ അതായത് അതിൻ്റെ മദർ ടിങ്ചർ അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അവഗാഡ്രോ പ്രിൻസിപ്പിളിനെ പറ്റി സാർ ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം, ഹോമിയോപ്പതിയുടെ വീക്ഷണത്തിൽ കൂടി. ഈ അവഗാഡ്രോ നമ്പർ ആക്ച്വലി ഹാനിമാൻ ഇതെല്ലാം പ്രൊപ്പോണ്ടതിന് ശേഷം വന്ന ഒരു സയൻറ്റിഫിക് മാർവലാണ്. ഓക്കെ, ഈ പൊട്ടൻസി 6 കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഒരു മോളിക്യൂൾ പോലും കിട്ടില്ല. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ യു ഡൈല്യൂട്ട് ദ മോളിക്യൂൾ ടു എനി ലെവൽ, യു ആർ ഗെറ്റിംഗ് എ യൂണിറ്റ് ആൻഡ് ദാറ്റ് യൂണിറ്റ് വിൽ ക്യാരി ദ മെമ്മറി ഓഫ് ദ മദർ മെറ്റീരിയൽ. ഓക്കെ, and it can create an activation in your otherwise not activating system. For example, boron, the entire boron requirement of your system, നിങ്ങളുടെ മൊത്തം സിസ്റ്റത്തിന് ഒരു മോളിക്യൂളാണ് വേണ്ടത്, ഒരു മോളിക്യൂൾ ബോറോൺ ആണ് വേണ്ടത്. നിങ്ങൾ അതിനെ ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ട് 1 mg 2 mg 3 mg ഒന്നും ആവശ്യമില്ല. അതിന് വേണ്ടത് ഒരു ഹൈലി കോൺസെൻട്രേറ്റഡ് ഫോമിലുള്ള ഹൈലി പൊട്ടൻറ്റൈസ്ഡ് ഫോമിലുള്ള ഒരു ഹോമിയോ മെഡിസിനാണ് വേണ്ടത്. ബോറോൺ 1 mg will saturate the things. He will not have any sort of fear. He will step into, he will not ask to put the light. കിടക്കുമ്പോൾ ലൈറ്റ് വേണമെന്ന് അയാൾ പറയില്ല. ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് നോക്കാവുന്ന കാര്യങ്ങളുള്ള, അതിന് വേണ്ടിയിട്ട് ഒരു ലാബിലോ അല്ലെങ്കിൽ 10 പേരുടെ സർട്ടിഫിക്കറ്റോ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് കാണാനൊക്കുന്ന വളരെയധികം ഈ മാതിരിയുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ 1 മോളിക്യൂളിനെയും 2 മോളിക്യൂളിനെയും 3 മോളിക്യൂളിനെയൊക്കെ പലപ്പോഴും ചികിത്സിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ട്രേസ് എലിമെന്റ്സ് ആർ യൂസ്ഡ് വെരി സ്പെയറിംഗ്ലി ആൻഡ് വിത്ത് ടൈം ഗ്യാപ്പ്. ദയവായി ചോദ്യം ചോദിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇവിടെ ചർച്ചാ വിഷയം ഹോമിയോപ്പതിയാണ്.
അതുകൊണ്ട് ഹോമിയോപ്പതിയെ സംബന്ധിച്ച ചോദ്യങ്ങൾ മാത്രം ചോദിക്കുക, സംശയങ്ങൾ മാത്രം ഉന്നയിക്കുക. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ, താനയിൽ നിന്ന് വരുന്നു. ഹോമിയോപ്പതി എതിരായിട്ട് ആധുനിക വൈദ്യശാസ്ത്രം ഉയർത്തുന്ന ചില സംശയങ്ങളും അത്തരത്തിലുള്ള വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ ആധുനിക വൈദ്യശാസ്ത്രത്തെ പ്രതികരിച്ച് ഡോക്ടർ വിശ്വനാഥൻ രേഖപ്പെടുത്തിയ അഭിപ്രായങ്ങളോട് ഭാഗികമായ യോജിപ്പുണ്ടെങ്കിലും അതിൻ്റെ ചില സഹിഷ്ണുതയുടെ സീമ ലംഘിച്ചോ എന്നുള്ള വിമർശനത്തിന് ചില സഹിഷ്ണുതയുടെ ഭാവം കൂടി ഉണ്ടാവണമല്ലോ. അതിനെ ലംഘിച്ച് അതിനപ്പുറം കടന്ന് പോയിട്ടുണ്ടോ എന്നുള്ള സംശയം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഹോമിയോപ്പതിയെയും അലോപ്പതിയെയും പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഇതൊന്നും ആവശ്യമില്ല, അയ്യപ്പ ഭക്തി ഉണ്ടെങ്കിൽ ഒരു രോഗശാന്തി സാധ്യമാണെന്നുള്ള തരത്തിൽ കൂടി ഒരു വിശ്വാസിയുടെ അഭിപ്രായ പ്രകടനം ഇവിടെ ഉണ്ടായി. ഇപ്പോൾ ശാസ്ത്രമൊന്നും അല്ല വിഷയം, ശാസ്ത്രത്തെ അധികരിക്കുന്ന വിശ്വാസം നമ്മുടെ സമൂഹത്തിൽ രൂഢമൂലമായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ചികിത്സാ രീതികൾ സ്വാഭാവികമായിട്ട് വികസിച്ച് വരേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇന്ന് ചരിത്രപരമായി നിലനിൽക്കുന്നത്. ഹോമിയോപ്പതിക്ക് ചില പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്. ആ പോരായ്മകൾ തീർച്ചയായിട്ടും 18-ാം നൂറ്റാണ്ടിൻ്റെ കാലഘട്ടത്തിൽ രൂപപ്പെട്ട ഒരു ചികിത്സാ രീതി എന്നുള്ള നിലക്ക് അത് വളർന്നു വരികയും, പക്ഷേ അതിന് കൂടുതൽ അതിന് ശാസ്ത്ര രംഗത്ത് കുറെ ഏറെ വികാസം സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ലെന്നുള്ള വാസ്തവം നിലനിൽക്കുന്നുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, മനുഷ്യരാശിയുടെ ക്ഷേമമാണ് യഥാർത്ഥത്തിൽ വൈദ്യശാസ്ത്രത്തിൻ്റെ ലക്ഷ്യമെങ്കിൽ, അതിൻ്റെ സാമൂഹ്യ കടമയെങ്കിൽ എന്തുകൊണ്ട് ഒരു സംയോജിത ചികിത്സാ രീതി ഉപയോഗിച്ചുകൂടാ? വ്യത്യസ്ത വൈദ്യശാസ്ത്രങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അതിനകത്ത് ഒരുപക്ഷെ മന്ത്രവാദമോ അല്ലെങ്കിൽ ആഭിചാരിക ക്രിയകളോ ഒഴിച്ചുള്ള എല്ലാ രീതികളും അവലംബിക്കുന്നത്. അത് ഒരുപക്ഷെ യുനാനി ആയാലും സിദ്ധവൈദ്യമായാലും പാരമ്പര്യ ചികിത്സാ രീതി ആയാലും ആയുർവേദമായാലും ഹോമിയോപ്പതി ആയാലും ഇതെല്ലാം അലോപ്പതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മനുഷ്യരാശിയുടെ ക്ഷേമത്തിന് ഉപയോഗിച്ചു കൂടെ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഉണ്ണികൃഷ്ണൻ, ക്ഷമിക്കണം, ഞാനൊരു യുക്തിവാദിയാണ്. മറുപടി പറയണ്ടേ? അതല്ല, അപ്പോൾ തന്നെ മറുപടി പറയാം. ഞാനൊരു യുക്തിവാദിയാണ്. അപ്പോൾ യുക്തിവാദികളുടെ ഒരു രീതി എന്താ ഞങ്ങളുടെ ഉദ്ദേശം? ഞാനൊരു ഡോക്ടർ എന്ന് ഒരർത്ഥത്തിൽ പറഞ്ഞത് ആനുഷംഗികമാണ്, ഞാൻ ഡോക്ടറാണെന്നുള്ളത്. ഞാൻ യുക്തിവാദിയും ശാസ്ത്രപ്രചാരകനും എന്നുള്ള നിലയിലാണ് ഇതിനെ സമീപിക്കുന്നത്. സമൂഹത്തിൻ്റെ ചിന്താരീതി ശാസ്ത്രത്തിൻ്റെ ചിന്താരീതിയാക്കുക, ഇതൊന്ന് ഉണ്ണികൃഷ്ണൻ തലയിൽ എഴുതി വെക്കണം. ഞാൻ ഇവിടെ ഒരു റാഷണലിസ്റ്റുകളെല്ലാവരും സമൂഹത്തിൻ്റെ ചിന്താരീതി ശാസ്ത്രത്തിൻ്റെ ചിന്താരീതിയാക്കുക എന്ന്. അത് ഇന്ന് രാവിലെ മനോജ് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് എന്താ പറയുക, കുറേ കാലമായിട്ട് പാൽപ്പായസം കുടിക്കാറില്ല, ഒരു പാൽപ്പായസം കുടിച്ച സുഖം തോന്നി. കാരണം ഇതാണ് നമ്മുടെ ഉദ്ദേശം, സമൂഹത്തിൻ്റെ ചിന്താരീതി ശാസ്ത്ര ചിന്താരീതിയാക്കുക. അപ്പോൾ ഇവിടെ ഉണ്ണികൃഷ്ണൻ ഇതിനോട് യോജിക്കുന്നതെന്നാണ് വിചാരിക്കുന്നത്. അതായത് ശാസ്ത്രാടിസ്ഥാനത്തിലുള്ള ഉള്ള വൈദ്യശാസ്ത്രങ്ങൾ എന്ന് പറഞ്ഞു. ഇവിടെ ഉണ്ണികൃഷ്ണൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശാസ്ത്രാധിഷ്ഠിതമായിട്ടല്ല ഈ ശാസ്ത്രത്തിൽ ഒരു അധിഷ്ഠാനവും ഈ ഹോമിയോപ്പതിക്ക് ഇല്ല എന്നാണ് ഞാനീ പറഞ്ഞു വന്നതിൻ്റെ ഒക്കെ സാരം. ആധുനിക ശാസ്ത്രത്തിൻ്റെ ഏതൊരുവിധ പരീക്ഷണത്തിലും അമ്പയെ പരാജയപ്പെടുന്ന ഒരു വിശ്വാസ പ്രസ്ഥാനം മാത്രമാണ്. മന്ത്രവാദത്തെ ഉണ്ണികൃഷ്ണൻ എന്തുകൊണ്ട് തള്ളിക്കളയുന്നുവോ അതേ കാരണം കൊണ്ടാണ് ഞാൻ ഹോമിയോപ്പതിയെ തള്ളിക്കളയുന്നത്. അപ്പോൾ റിച്ചാർഡ് ഡോക്കിൻസോട് പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ മതത്തെ ഒഴിച്ച് ബാക്കി എല്ലാ മതത്തെയും, ഒരുപാട് മതങ്ങളുണ്ടല്ലോ ഭൂമിയിൽ, ഇതൊക്കെ എന്തുകൊണ്ട് തള്ളിക്കളയുന്നു? അതേ കാരണം കൊണ്ട് ഞാൻ നിങ്ങളുടെ മതത്തെയും കൂടി തള്ളിക്കളയുന്നു. ഉണ്ണികൃഷ്ണൻ ഈ പറഞ്ഞ ഒരു തരത്തിലുള്ള ഒരുപാട് പല ചികിത്സാ രീതിയിലും വിശ്വാസമില്ല, പക്ഷെ ഹോമിയോപ്പതി വിശ്വാസമുണ്ട്. ഞാൻ അതും കൂടി തള്ളിക്കളയുന്നു. അതിനുള്ള തെളിവുകളാണ് ഞാൻ ഹാജരാക്കിയത്. ഒരു ഡോക്ടർ എന്ന നിലയിൽ നിങ്ങൾ അതിനെ കാണണ്ട. ഒരു ശാസ്ത്ര കുതുകി എന്ന നിലയിൽ ഞാൻ ഈ പറഞ്ഞതിൽ 8 പോയിന്റുകൾ ഞാൻ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഇതിലെന്തെങ്കിലും ഒന്ന് തെറ്റാണെന്ന് പറയും. എന്നാൽ നിങ്ങൾ ശാസ്ത്രാധിഷ്ഠിതമെന്ന് നിങ്ങൾ പറയുന്ന അർത്ഥമുണ്ട്. ഇത് ശാസ്ത്രാധിഷ്ഠിതമല്ല, ഇതൊരു ഭാവനാധിഷ്ഠിതമായ ഒരു വിശ്വാസ പ്രസ്ഥാനമാണ്. ചരിത്രപരമായി ഇവിടെ നിലനിൽക്കുന്ന ഒട്ടനവധി വിശ്വാസ പ്രസ്ഥാനങ്ങളിൽ ഒന്ന് മാത്രമാണ്. ഉണ്ട്. ഇന്ന് ബോംബെയിൽ നമ്മൾ 40 ആളിരിക്കുമ്പോൾ ഇതിനേക്കാളും വലിയ ഒരു ഉണ്ടല്ലോ, ഞാൻ കാണിച്ചല്ലോ. ഹോമിയോപ്പതി മാത്രമല്ല, അതാ ഞാൻ പറഞ്ഞത്, ഹോമിയോപ്പതി മാത്രമല്ല, അലോപ്പതി പരാജയപ്പെട്ട 40 കേസുകൾ ഒരു മാസം കോട്ടയിൽ മാറിയതിന്റെ ലിസ്റ്റ് വരുന്നുണ്ട്.
അല്ലല്ല, അതൊരു ചരിത്രമാണ്. അല്ലല്ല, ഉണ്ണികൃഷ്ണൻ കേട്ടല്ലോ കുഴപ്പമാണ്. ഹോമിയോപ്പതിയുടെ മരിച്ചതെന്നേ അല്ല പറഞ്ഞത്, അത് അലോപ്പതിയിലൂടെയാണ് മരിച്ചത്. ജോർജ് വാഷിംഗ്ടൺ ഹോമിയോപ്പതി ആയിരുന്നെങ്കിൽ അത് രക്ഷപ്പെട്ടേനെന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ചോദിക്കാനുള്ളത് ഹോമിയോപ്പതിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, ശാസ്ത്രീയമായിട്ട് എന്ത് അടിത്തറയാണ് ഹോമിയോപ്പതിക്കുള്ളത്? അതായത് സാമുവൽ ഹാനിമാൻ്റെ കാലഘട്ടം പറയുന്ന 1790 കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ഇപ്പം ഏകദേശം 250ഓളം വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോഴും അതിന് മനുഷ്യന്റെ രോഗം വരുമ്പോൾ, അല്ലെങ്കിൽ അന്ന് കാലത്ത് ഉണ്ടായിരുന്ന അസുഖം പോലല്ല ഇപ്പം കൂടുതൽ അസുഖം. ഇപ്പം നേരത്തെ ഒരു പനി വന്നാൽ 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് മാറുമായിരുന്നു. ഇപ്പം വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച, ചിലപ്പോൾ 2 ആഴ്ച കഴിഞ്ഞാലും മാറില്ല. അപ്പം അതിനനുസരിച്ച് മരുന്നുകൾക്ക് വികാസം ഇത് പ്രാപിക്കണം. പക്ഷെ അതനുസരിച്ച് ഹോമിയോപ്പതിക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. രണ്ടാമത്തെ കാര്യം, അതായത് നമ്മുടെ രോഗമുണ്ടാകുന്നത് അതിനെ ശമിപ്പിക്കുവാൻ വേണ്ടി ശരീരത്തെ ഉദ്ദീപിപ്പിക്കുകയാണ് ഹോമിയോപ്പതി ചെയ്യുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അതിനെ അതിൻ്റെ ഒരു മാതൃകോശത്തിൽ നിന്നും അതിനെ വിഘടിച്ച് 100ാമത്തെ അംശം വരെ എത്തുമ്പോഴത്തേക്കും അത് ശരീരത്തിൽ എന്ത് അഫക്റ്റാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അതിന് പ്രവർത്തിക്കാൻ കഴിയുന്നത്, ഒരു 500ാമത്തെ പ്രാവശ്യം അത് വിഘടിച്ച് കഴിയുമ്പോഴത്തേക്കും അതിന് എന്ത് അഫക്റ്റാണ് ശരീരത്തിൽ ചെയ്യാൻ കഴിയുന്നത്. മൂന്നാമത്തെ കാര്യം, നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങളുണ്ട്, അതായത് മരണകാരണമായി ഉണ്ടാകുന്നത്. കാരണം 250ഓളം വർഷങ്ങൾ ഇപ്പോൾ കഴിഞ്ഞു ഹോമിയോപ്പതി അതായത് സാമുവൽ ഹാനിമാന്റെ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് മരണപ്പെടും. അവർ എന്തെങ്കിലും വിഷപദാർത്ഥം അകത്ത് ചെന്നു, അല്ലെങ്കിൽ ഒരു പാമ്പ് കടിയേറ്റു. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഹോമിയോപ്പതി ഏത് രീതിയിലുള്ള ചികിത്സയാണ് ഇത്ര കാലം കൊണ്ട് മുമ്പോട്ട് വെച്ചിട്ടുള്ളത്? അതുപോലെ രോഗപ്രതിരോധ ശേഷി, മഞ്ഞപ്പിത്തം, മലേറിയ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് രോഗപ്രതിരോധം വരാതിരിക്കുന്നതിന് ആദ്യമേ മരുന്ന് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള രീതിയിലും എന്ത് മുന്നേറ്റമാണ് ഹോമിയോപ്പതി നടത്തിയിട്ടുള്ളത്? കാലാകാലങ്ങളിൽ വളരെയധികം ഹോമിയോപ്പതികൾ വേണ്ട രീതിയിൽ അവരവരുടെ അനുഭവ സമ്പത്തിൻ്റെ വെളിച്ചത്തിലും പിന്നെ ഈ പറഞ്ഞ രോഗികളുടെ അഭിപ്രായത്തിൻ്റെ വെളിച്ചത്തിലും ഇതിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ പേരിലും വളരെയധികം വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അത് ഇതിൽ ഏറ്റവും കൂടുതൽ നല്ല വർക്ക് ചെയ്തിട്ടുള്ളതെല്ലാം അലോപ്പതി ഡോക്ടേഴ്സ് കൺവെർട്ടഡ് ഇൻറ്റു ഹോമിയോപ്പതിയാണ്. അപ്പോൾ ഹോമിയോപ്പതിയിലുള്ള വിശ്വാസം അവരിൽ ബാക്കിയുള്ള ഹോമിയോപ്പതികളെക്കാളും കൂടുതലുണ്ടായതിൻ്റെ പേരിലാണ് അങ്ങനെ ഒരു കൺവേർഷൻ വന്നിട്ടുള്ളത്. നമ്പർ 1. നമ്പർ 2, ഈ നമ്മൾ ഒരു സൂചി മണ്ണെണ്ണ ഒരു ഉരുളി പായസത്തിൽ കൊണ്ടുവന്ന് നിങ്ങൾ വെച്ചെന്നാൽ though that molecules are not there, you will not be able to consume. ആ പായസം നിങ്ങൾക്ക് കുടിക്കാൻ സാധിക്കില്ല. കാരണം it will carry the memory of the kerosene. ഓക്കെ. 3, പലപ്പോഴും ഇപ്പോൾ ഒരു നല്ല പൂ കണ്ടു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ആഹ്ലാദം, ആ ആഹ്ലാദം ഒരു ലാബറട്ടറിയിൽ നമ്മൾ സ്ഥിരീകരിച്ച ഒരു കാര്യമല്ല, നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു പ്രക്രിയയാണ്. ഓക്കെ. ആ പൂക്കൾക്ക് നമുക്ക് വളരെയധികം നമ്മളെ സ്വാധീനിക്കാനും നമ്മുടെ രോഗത്തെ ഒരു പരിധിവരെ മാറ്റിത്തരുവാനും സാധിക്കും. അതിൻ്റെ പേരിൽ തന്നെയാണ് 36 ഫ്ലവേഴ്സിൽ നിന്നും ബാച്ച് ഫ്ലവർ മെഡിസിൻസ് ഉടലെടുത്തിട്ടുള്ളത്. ഇങ്ങനെ ആദ്യം ഹോമിയോപ്പതി മാത്രമായിരുന്നു ഉണ്ടായിരുന്ന ഏരിയയിൽ അത് വളരെയധികം കാര്യങ്ങൾ പിന്നെ അതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ആ കൂട്ടിച്ചേർത്ത വിഭാഗത്തിൽപ്പെട്ടതാണ് ബയോകെമിസ്ട്രി, ബാച്ച് ഫ്ലവർ മെഡിസിൻസ്, ഇൻഡസ്ട്രിയൽ നോസോട്സ്, ഇങ്ങനെ സാർക്കോട്സ്, നമ്പർ ഓഫ് തിങ്സ് ഹാവ് കം ആൻഡ് ഇറ്റ്സ് ഓൾ വെൽ ഡോക്യുമെന്റഡ്. ബട്ട് somehow or other, as you have rightly told, it has not been exhibited. Probably they may not have the financial source, or they are suppressed by some interested lumpen elements. MG Arun, എനിക്ക് 2 ഡോക്ടർമാരോട് ഓരോ ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ഡോക്ടർ സുകുമാരനോട്, ഡോക്ടർ ഇവിടെ ഓറ കൺസെപ്റ്റിനെ കുറിച്ച് ഇവിടെ സംസാരമുണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ പലതരത്തിലുള്ള അസുഖങ്ങൾക്കും നമ്മുടെ ബിഹേവിയറുമായിട്ട്, നമ്മുടെ അവയവങ്ങൾക്കൊക്കെ അതീതമായിട്ടുള്ള ഏതോ ഒരു ശക്തി, ഏതോ ഒരു പ്രക്രിയ, ഒരു പ്രവർത്തനം അതിന് കാരണമായിട്ട് വരാം. അതുകൊണ്ട് ഹോമിയോപ്പതിയുടെ ചികിത്സ പലപ്പോഴും ഇതിനെ ടാർഗറ്റ് ചെയ്തായിരിക്കും എന്ന് ഈ വിവാദത്തിൽ പറയുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ
അത് വളരെ വാസ്തവമാണ്. കാരണം എനിക്ക് വ്യക്തിപരമായിട്ടറിയാം. എൻ്റെ മകള് പലപ്പോഴും കൊച്ചിലെ അസുഖങ്ങൾ വന്നിട്ടുള്ളപ്പോൾ അവളുടെ അമ്മ ഹോമിയോ ഡോക്ടർ അടുക്കലാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഞാൻ പലപ്പോഴും കൂടെ പോയിട്ടില്ല, ഓഫീസിലായിരുന്നിരിക്കണം. പക്ഷേ പലപ്പോഴും ഹോമിയോ ഡോക്ടറുടെ ചോദ്യം ഈ കുട്ടിയുടെ ബിഹേവിയറിനെ കുറിച്ചാണ്. ഇവൾ എത്തരക്കാരിയാണ്, ഇവൾ ദേഷ്യപ്പെടുവോ, ഇവൾ സങ്കടപ്പെടുവോ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കാറുള്ളത്. അതുകൊണ്ട് ഈ ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അടുത്ത് നിൽക്കുന്ന ഒരു ശാസ്ത്രം എന്നുള്ള രീതിയിൽ ഇതിനെ എത്തരത്തിലാണ് ഒരു ഭൗതിക ശാസ്ത്രവുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഹോമിയോപ്പതി ശ്രമിക്കുന്നത്. എനിക്ക് വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് എനിക്കത് തോന്നി. കാര്യം ഒരു വശത്ത് നമ്മൾ പിന്നെ വളരെ അഭൗതികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു, മറുവശത്ത് നമ്മൾ ചില വളരെ സ്പെസിഫിക് ആയിട്ടുള്ള അസുഖങ്ങൾക്ക് മരുന്ന് നൽകാനും ഹോമിയോപ്പതി ശ്രമിക്കുന്നു. അപ്പം ഇത് തമ്മിലൊരു ഡിസ്കണക്ട് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. അതൊന്ന് വിശദീകരിച്ചിട്ടുള്ള ഒന്ന്. ഈ ചോദ്യത്തിന് ശേഷം രണ്ടാമത്തെ ചോദ്യം ചോദിക്കാം. വളരെ നല്ല ഒരു ചോദ്യം. അതായത് ഈ 52 എലിമെൻസിലെ ഏറ്റക്കുറച്ചിലുകളാണ് ഓരോ വിധത്തിലുള്ള ലക്ഷണങ്ങളും സൃഷ്ടിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. ആ ലക്ഷണങ്ങളെ ആസ്പദമാക്കിയാണ് ഒരു ഹോമിയോപ്പതി ചികിത്സാവിധി, ചികിത്സാ രീതി, ആ പ്രോട്ടോക്കോൾ ഡിസൈൻ ചെയ്യുന്നത്. ആ അവസരത്തിൽ ആ വ്യക്തിയെക്കുറിച്ച് വളരെയധികം അറിയേണ്ടിയിരിക്കുന്നത് ഹോമിയോപ്പതിയുടെ ഒരു ഡ്രോബാക്ക് എന്ന് ഞാൻ പറയാം. അതായത് ഒരു ഹെഡേക്കിന് നമുക്കൊരു സാരിഡോൺ കൊടുത്താൽ മതിയാവുന്നൊരു സാധനമാണ്, പക്ഷേ ഞങ്ങൾക്ക് 164 മരുന്നുകൾ പഠിക്കേണ്ടി വരും. അതായത് ഈ ഹെഡേക്ക് പൊക്കമുള്ളവനാണോ അതോ കുള്ളനാണോ വന്നിരിക്കുന്നത്, വെളുത്തവനാണോ കറുത്തവനാണോ, സ്ത്രീക്കാണോ പുരുഷനാണോ, ഇവൻ ഉറക്കം കിട്ടുന്നുണ്ടോ ഉറക്കം കിട്ടുന്നില്ലേ, വിശപ്പുണ്ടോ വിശപ്പില്ലേ, ദാഹമുണ്ടോ ദാഹമില്ലേ, ഇവൻ ക്ഷുഭിതനാണോ അതോ പ്രകൃതിത്യാ അവരുടെ ശാന്ത സ്വഭാവമാണോ, ഇവൻ ബാക്കിയുള്ളവരിൽ, ഇതെല്ലാം ഞങ്ങൾക്ക് വളരെ കാര്യമായ രീതിയിൽ പഠിക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷം മാത്രമേ ഒരു കറക്റ്റായിട്ടുള്ള ഒരു മെഡിസിൻ ഞങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യാനൊക്കെ ഉള്ളൂ. ഈ കുട്ടിയെ കൊണ്ട് ചെല്ലുമ്പോൾ ഈ കുട്ടി വളരെയധികം ശാഠ്യക്കാരനാണോ ശാഠ്യക്കാരനല്ലേ എന്ന് തീരുമാനിക്കുന്നതും ആ ചികിത്സാവിധിക്ക് അനിവാര്യമായ ഒരു ഘടകമാണ്. ഈ ചാമോമില്ല എന്ന ഒരു മരുന്നുണ്ട്. കുട്ടികൾ നിങ്ങൾ വീട്ടിലെ കുട്ടി എത്രത്തോളം കിടന്ന് അലച്ചോട്ടെ കരഞ്ഞോട്ടെ, ഓക്കെ, നിങ്ങൾ ഒരു ഡോസ് ചാമോമില്ല 30, 4 ഗുളിക 5 വയസ്സിന് മേലുള്ള കുട്ടിയാണെങ്കിൽ കൊടുക്കൂ. ആൻഡ് ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ വാട്ട് ഹാപ്പൻസ്. And similarly, to prove that it is not placebo effects or his feeling, you give some other medicine and see whether he will reduce his crying. You will see the difference very easily. Okay, number 1. Number 2, ഓരോ എലിമെന്റിനും അതിൻ്റെതായിട്ടുള്ള പ്രവർത്തന ശൈലികളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഫോസ്ഫറസ് എന്നുള്ള ഒരു ഘടകമില്ലെങ്കിൽ പ്രേമം എന്നുള്ള സാധനം ഈ ലോകത്തിലുണ്ടാവില്ല. ഫോസ്ഫറസിന്റെ ഘടകത്തിൽ വളരെ അനിവാര്യമാണ്. അത് കൂടുതലായാലും അബദ്ധം, കുറഞ്ഞാലും അബദ്ധം. കുറഞ്ഞവൻ ഒരിക്കലും പ്രേമിക്കാനൊക്കില്ല, കൂടുതലുള്ളവൻ പ്രേമിക്കുകയും ചെയ്യും. ഇനി എല്ലാവരും കയറി ആർക്കും പ്രേമിക്കാനൊക്കില്ല. അവരുടെ ഒരു ഓറ കംപ്ലയൻസ് ഉണ്ടാവണം. All these 52 elements together is creating an aura, and that auras will have an aura compliance, and only those people who are having compliance with that aura will be, for example, ഒരു XYZ വരുമ്പോൾ നിങ്ങൾക്ക് വളരെ സന്തോഷം തോന്നും. പക്ഷേ ABCD വരുമ്പോൾ നിങ്ങൾക്ക് അതേ സന്തോഷം തോന്നും, അതേ രീതിയിൽ തോന്നാറില്ല. കാരണം ഇറ്റ് ഈസ് ദാറ്റ് ഓറ വിച്ച് ഡിസൈഡ്സ് യുവർ മൈൻഡ്, which decides how you have to react to it. Okay, so it is very highly scientific. It is not proved in the laboratory does not mean it is not scientific. Let the results talk for itself. രണ്ടാമത്തെ ചോദ്യം. താങ്ക് യു ഡോക്ടർ. ഡോക്ടർ വിശ്വനാഥനാണ് അടുത്ത ചോദ്യം. സാർ ഇവിടെ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഡോക്ടർ സുകുമാരൻ പറഞ്ഞിട്ടുള്ള ഓരോ വാദങ്ങളും സാർ ഇവിടെ അതിനെയൊക്കെ നിഗേറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും ആധുനിക വൈദ്യശാസ്ത്രത്തിന്, അലോപ്പതി വൈദ്യശാസ്ത്രം സംബന്ധിച്ച് എല്ലാത്തിൻ്റെയും ഒരു മൈക്രോ ലെവലിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ചികിത്സിക്കുന്നൊരു രീതി അതെത്രമാത്രം ശരിയാണ്? ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ പനി പിടിച്ചു കഴിഞ്ഞാൽ ഒരു ആവി പിടിക്കുക, ഒരു കഞ്ഞി കുടിക്കുക, അത്രയേ ഉള്ളൂ.
അതൊരു ജലദോഷമാണെങ്കിൽ അത്രയും മതി. പക്ഷെ അതിൽ കൂടുതലാണെങ്കിൽ വീട്ടുകാർ പറയും ആഹാരമേ കഴിക്കണ്ടെന്ന് പറയും. അതൊരു നാട്ടറിവാണ്. കാര്യം നമ്മുടെ ആ പനി നമ്മുടെ ഭക്ഷണവുമായിട്ടും നമ്മുടെ വിശ്രമവുമായിട്ടും നമ്മുടെ ജോലിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥയായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണെന്നുള്ള വളരെ ശുദ്ധമായിട്ടുള്ളൊരു തിരിച്ചറിവാണത്. പക്ഷെ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ പനികളുടെ മരുന്നുകൾ തന്നെ 100 കണക്കിനാണ്. ഇതുപോലെ ഏതൊരു ചികിത്സ എടുത്തു കഴിഞ്ഞാലും അത് ഏറ്റവും കുറഞ്ഞ ചെലവിലുള്ള ചികിത്സകൾ മുതൽ ഏറ്റവും മുന്തിയ ചികിത്സകൾ വരെയുണ്ട്. പക്ഷെ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് രോഗലക്ഷണങ്ങളെയാണ് ഇതെല്ലാം ചികിത്സിച്ച് മാറ്റാൻ ശ്രമിക്കുന്നത്, രോഗത്തെ അല്ല. അത് അലോപ്പതിയെ സംബന്ധിച്ച് ഒരു വലിയൊരു ലിമിറ്റേഷനായിട്ട്, ഒരു പരിമിതിയായിട്ട് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ശാസ്ത്രീയം അടിസ്ഥാനമില്ലാത്ത ഹോമിയോപ്പതിക്ക് പോലും ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു അവസ്ഥ, ഹോളിസ്റ്റിക്കായിട്ട് കാര്യങ്ങളെ കാണാനുള്ള ഒരു പ്രവണത ഈ പറയുന്ന സാറ് അശാസ്ത്രീയമെന്ന് വിധിച്ച അലോപ്പതി ഹോമിയോപ്പതിക്ക് പോലും ഉണ്ട് എന്നുള്ളൊരു സത്യമുണ്ട്. അതിനെങ്ങനെയാണ് സാറ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ചോദ്യമാണ്. എനിക്ക് ഇത്തിരി സമയം വേണ്ടി വരും, ക്ഷമിക്കണം. ആദ്യം ഒന്ന് പറഞ്ഞോട്ടെ, അരുൺ ആദ്യത്തെ ചോദ്യത്തിൽ ഉന്നയിച്ച ഒരു സംഗതിയുണ്ട്. അരുൺ ഓറ എന്ന സങ്കല്പത്തെ അരുൺ അങ്ങ് അംഗീകരിച്ചുണ്ട് സംസാരിച്ച്. ഓറ അംഗീകരിച്ചതല്ല, ഇവിടെ അതിനെക്കുറിച്ചൊരു സംസാരം ഉണ്ടായി. റെഫറൻസ് ശരി, അംഗീകരിച്ചില്ല. അതായത് നമ്മുടെ ശാസ്ത്രീയം അല്ലെങ്കിൽ ഭൗതികമായ അതിന് അപ്പുറമുള്ള എന്തോ ഉണ്ട് എന്നുള്ള ഒരു വാദം അതിനെക്കുറിച്ചാണ്. അതിനെ അംഗീകരിക്കുന്നില്ലല്ലോ. അങ്ങനെയാണ് സാറേ, അംഗീകരിക്കുകയായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ വരില്ല. എക്സാക്ട്ലി. ഈ സംശയമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത് ഓരോരുത്തരും. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഈ സംശയമുള്ള ആ സംശയം മാറ്റാൻ വേണ്ടി ഞങ്ങൾ വന്നത്. അതെ, അല്ല, ആ ഒരു സംശയം മാറിയാലേ എനിക്ക് ഉത്തരം പറയാൻ പറ്റും. കാര്യം ഏത് അരുണിനോടാണ് ഞാൻ സംസാരിക്കുന്നത് എനിക്ക് അറിയേണ്ടതുണ്ടല്ലോ. ഓറയൊക്കെ അംഗീകരിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ മറുപടി പറയാൻ കുറച്ച് വെള്ളം പിടിക്കും. കാരണം എവിടെ തൊട്ട് തുടങ്ങണം? കാരണം ഉദാഹരണത്തിന് ഇപ്പം ഇവിടെ എന്താണ് ക്രില്യൻ ഫോട്ടോഗ്രാഫിയെ കുറിച്ച് സാറ് പറഞ്ഞു. ഒരു നെറ്റൊന്ന് ഗൂഗിൾ ചെയ്ത് ആർക്കും അറിയാം ഈ ക്രില്യൻ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞത് എന്ത് തരം ഭോഷ്കാണ് എന്നുള്ളത്. അത് ഈ പറഞ്ഞ രീതിയിൽ ഓറ കണ്ടുപിടിക്കുന്ന സാധനമല്ല എന്നുള്ളതൊന്ന് തുറന്നു നോക്കിയാൽ മതി ഗൂഗിൾ. അപ്പോൾ അത്രയും അതുപോലും ചോദ്യം ചെയ്യാതെ അംഗീകരിക്കുമെങ്കിൽ എൻ്റെ ഡിങ്ക ഞാൻ എങ്ങനെയാണ് ഇതിന് മറുപടി പറയാമെന്ന് ഞാൻ സംശയിച്ചു പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ആദ്യം ഉന്നയിക്കുന്നത്. അപ്പോൾ ആദ്യം ഇരിക്കട്ടെ. രണ്ടാമത്തെ വിഷയം, അതൊരു പ്രശ്നമാണ്. ഇപ്പം അരുൺ പറഞ്ഞു, നേരത്തെ ആദ്യം പറഞ്ഞ ചോദ്യത്തിൽ ഒരു ഉത്തരം ഞാൻ ഒന്ന് കടമെടുത്തോട്ടെ. ഒരു കഷ്ണം, ഒരു അരുണിൻ്റെ കമൻറ്റിൽ നിന്ന് ഒരു കഷ്ണം ഞാൻ കടമെടുക്കുകയാണ്. അസുഖം വന്നപ്പോൾ ഭാര്യ കുട്ടിയെ കൊണ്ടുപോയി. എനിക്ക് പോകാൻ കഴിഞ്ഞില്ല, ഞാൻ ഓഫീസിലായിരുന്നു. ഇതുപോലെയാണ് ഓരോ ആളുടെയും ജീവിതം. കഞ്ഞി കുടിച്ച് 5 ദിവസം പുതച്ച് വിശ്രമിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് പലരും ഇതിൻ്റെ പിന്നാലെ പോകുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇതുപോലെയുള്ള തിരക്കുകളാണ് പലപ്പോഴും. ഇതൊന്നും ആധുനിക വൈദ്യത്തിൻ്റെ കുഴപ്പമെന്ന് എങ്ങനെയാണ് പറയാമെന്ന് എനിക്കറിയില്ല. കാരണം വെച്ചാൽ ഒരു പാരസെറ്റമോൾ കൊടുക്കുക, അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പം ഞാൻ പനി വന്നതായി എന്ന് വെച്ചാൽ ഒരു പാരസെറ്റമോൾ കഴിക്കും തൽക്കാലം. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നതാണ്. അത് ലക്ഷണത്തിന് എന്ന് പറയുമ്പോൾ എനിക്കൊന്നത് കുറച്ചുകൂടി വ്യക്തമായി അരുൺ കാണേണ്ടത് തോന്നുന്നു. ലക്ഷണങ്ങളാണ് ചികിത്സിക്കുന്നത് എന്നത് തെറ്റാണെങ്കിൽ ഹോമിയോപ്പതി ചികിത്സിക്കാനേ പാടില്ല. കാരണം അതിൽ ലക്ഷണങ്ങളേ ഉള്ളൂ. ലക്ഷണങ്ങളെ മാച്ച് ചെയ്ത് രോഗമേ ലക്ഷണങ്ങൾ എന്ന അടിസ്ഥാനത്തിലാണ് ഹോമിയോപ്പതി കാണുന്നത്. അതുകൊണ്ട് ലക്ഷണങ്ങളെ മാത്രം ചികിത്സിക്കുന്നു എന്നത് ഏതിൻ്റെയെങ്കിലും ഒരു കുറ്റമാണെങ്കിൽ അത് ഹോമിയോപ്പതിയുടെ കുറ്റമാണ്, അലോപ്പതിയുടെ കുറ്റമല്ല. മോഡേൺ മെഡിസിൻ്റെ അലോപ്പതി എന്ന് പറയാനേ പാടില്ലാത്തതാണ്. ആധുനിക വൈദ്യത്തിൻ്റെ കുറ്റമല്ല. ആധുനിക വൈദ്യത്തിൽ ശ്രമിക്കുന്നത് ഇപ്പം ഒരു രോഗി വരികയാണെങ്കിൽ എന്താണ് ഇതിൻ്റെ കാരണം, ഞാൻ പറഞ്ഞ പോലെ അനാട്ടമോ ക്ലിനിക്കൽ ഗേസ് വെച്ച് എന്തുകൊണ്ടാണ് ഇയാളുടെ പ്രശ്നം എന്ന് നോക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം ഞാൻ പറയാം. ഒരു രോഗി നാട്ടിൽ ഒരു ഡിസ്ക് പ്രൊലാപ്സുമായിട്ട് വരുന്നു. ഈ ഡിസ്ക് പ്രൊലാപ്സ് എന്ന സാധനം കണ്ടെത്തുന്നത് 1945 മാത്രമാണ്. ഇങ്ങനൊരു സാധനമുണ്ട്, ഡിസ്ക് തള്ളാം, കാലിലേക്ക് ഞരമ്പിനെ അമർത്താം. എനിക്ക് ഡിസ്ക് പ്രൊലാപ്സ് വന്നു, വെരി സിവിയർ ഡിസ്ക് പ്രൊലാപ്സ്. ഞാൻ ആകെ ചെയ്തത് 5 ദിവസം വിശ്രമം എടുക്കാണ്. വേറെ ഒന്നും ചെയ്തില്ല. അത്യാവശ്യം വേദനക്കുള്ള ഗുളിക കഴിച്ചു, 5 ദിവസം വിശ്രമം എടുത്തു, സുഖമായിട്ട് മാറി, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത് എൻ്റെ രോഗിയോട് പറഞ്ഞാൽ പോലും പലരും സമ്മതിക്കില്ല. ഞാൻ പക്ഷേ അതേ ചെയ്യും. എന്ത് പറഞ്ഞാലും നിർബന്ധം പറഞ്ഞാലും ഞാൻ വേറെ ഒന്നും ചെയ്യില്ല.
വേദന കുറക്കാനുള്ള മരുന്നുകൾ. കാരണം ഇതിൻ്റെ നാച്ചുറൽ ഹിസ്റ്ററി എന്താണെന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയാം. എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഡിസ്ക് കള്ളിയിരിക്കാൻ സംശയമുണ്ടെങ്കിൽ MRI സ്കാൻ എടുത്ത് നമുക്ക് കാണാം. എൻ്റെ MRI സ്കാൻ ഞാൻ ചിലവ് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങളെക്കാളും എത്രയോ വലിയ ഡിസ്ക് എനിക്കൊരു കാലത്തുണ്ടായിരുന്നു. ഞാനിപ്പം നടക്കുന്ന ഒരു കുഴപ്പമില്ല. കാരണം ഏറ്റവും മിനിമം ചികിത്സ ഞാൻ അന്ന് ചിലവാക്കേണ്ട ഒരു 15 രൂപയുടെ ഗുളിക കഴിച്ചിട്ടുണ്ടാവും. ഇതേ ഉള്ളൂ ഞാൻ എൻ്റെ രോഗികൾക്കും ഇതെന്നെ കൊടുക്കാറുള്ളൂ. വേദനയുടെ ഒരു ഡിസ്ക് സർജറി വേണ്ടി വളരെ വളരെ അപൂർവമായിട്ട് ചെയ്യേണ്ടി വരാറുള്ളൂ. ഒരു 100 കേസിൽ ഒരു കേസ് മാത്രമേ ഡിസ്ക് സർജറി, ഒരു 100-ലൊരു 5-10 കേസുകളാണ് ചിലപ്പോൾ ഡിസ്ക് സർജറി വേണ്ടി വരിക. ഞാൻ പറഞ്ഞത്, ഞാൻ ചികിത്സിക്കുന്നത് ലക്ഷണത്തെ തന്നെയാണ്, വേദനയെ തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ചെയ്യുന്നത്, എന്തിനാണ് ചെയ്യുന്നത്? വൈദ്യത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ടു ക്യൂർ ഒക്കേഷണലി, ടു റിലീവ് സംടൈംസ്, അല്ലെ ടു റിലീവ് ഓഫൺ, ടു കംഫർട്ട് ഓൾവേസ് എന്നാണ്. അതാണ് വൈദ്യത്തിൻ്റെ ഉദ്ദേശം. എപ്പോഴും കംഫർട്ട് ചെയ്യാൻ, എല്ലാ തവണയും എല്ലാ രോഗിയോടും അവരെ കംഫർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ചില ആൾക്കാരുടെ ബുദ്ധിമുട്ട് മാറ്റാം, ചില ആൾക്കാരുടെ രോഗം മാറ്റാം. ഇത്രയും സാധിക്കും. എന്നും അങ്ങനെയാണ്. അതിൻ്റെ ഏറ്റക്കുറച്ചിൽ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, ലക്ഷണങ്ങളെ ചികിത്സിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുമ്പോൾ പോലും ഈ രോഗത്തിൻ്റെ നാച്ചുറൽ ഹിസ്റ്ററി എനിക്കറിയാം. ഈ രോഗം എങ്ങനെയാണ് പ്രവർത്തിക്കാൻ പോകുന്നത്, ഈ ഡിസ്ക് എന്ത് ചെയ്യാൻ പോകുന്നു. 100-90-ലധികം കേസുകളും വെറുതെ കിടന്നാൽ തന്നെ ചുരുങ്ങിപ്പോവും. അത് അങ്ങനെയാണ്. പഠനങ്ങളുണ്ട്, പഠനങ്ങളുണ്ട്, എത്രയോ കൃത്യമായ പഠനങ്ങളുണ്ട്. അപ്പോൾ ഇതൊരു തെറ്റിദ്ധാരണയാണ്. അവസാനം ഒറ്റ ഒരു രീതിയിൽ ഉത്തരം പറയാം. ലക്ഷണങ്ങളെ ചികിത്സിക്കുന്നു എന്നത് ഏതെങ്കിലും ഒരു വൈദ്യ രീതിയുടെ കുഴപ്പമാണെങ്കിൽ അത് ഹോമിയോപ്പതിയുടെ കുഴപ്പമാണ്. ലക്ഷണങ്ങളെ ആധുനിക വൈദ്യം ചികിത്സിക്കുന്നു എങ്കിൽ അത് രോഗത്തിൻ്റെ മൂല കാരണം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. താങ്ക് യു. ഡോക്ടർ രഞ്ജിത്ത്. ഞാൻ രഞ്ജിത്ത്, ഇവിടെ നെരൂരിൽ താമസിക്കുന്നു. ഞാൻ ബേസിക്കലി ഒരു കെമിസ്റ്റാണ്. എൻ്റെ ഡോക്ടറേറ്റ് കെമിസ്ട്രിയിലാണ്. അപ്പോൾ ഇവിടെയുള്ള ചർച്ചകളുടെ ബേസിൽ ഞാൻ കാണുന്ന ഒരു കാര്യം, ഒന്ന് മെമ്മറി എഫക്റ്റ്. ഒരുപാട് തവണ അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. മെമ്മറി എഫക്റ്റ് സത്യമാണെന്ന് തെളിയിച്ചാൽ അടുത്ത നോബൽ പ്രൈസ് അതിനാണ്. അതാണ് ഇന്നത്തെ സയൻസ്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഹോമിയോപ്പതിയുടെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു. അതിനോട് അനുബന്ധിച്ച് തന്നെ ഡെവലപ്പ് ചെയ്ത ഒരു ഏരിയയാണ് മൈക്രോബയോളജി. അതായത് രോഗാണുക്കളാണ് രോഗം ഉണ്ടാക്കുന്നത്, എല്ലാ രോഗവുമല്ല. ഈ രോഗം ഉണ്ടാക്കുന്നതിൽ രോഗാണുക്കളുടെ പങ്ക്. അതിനു മുമ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുഷ്ഠം ഉണ്ടാക്കുന്നത് സർപ്പദോഷമായിരുന്നു. വസൂരി ഉണ്ടാക്കിയത് ദേവികോപമായിരുന്നു. ഇന്നാരും കുഷ്ഠം ഉണ്ടായിക്കഴിഞ്ഞാൽ സർപ്പദോഷമാണെന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോയിരിക്കില്ല, അതിന് പകരം ആൻറ്റിബയോട്ടിക്സ് കഴിക്കും. അപ്പോൾ എൻ്റെ സാറിനോടുള്ള ചോദ്യം ഇതാണ്, ഹോമിയോപ്പതിയിൽ ഈ രോഗത്തിൽ രോഗാണുക്കളുടെ സ്വാധീനം എങ്ങനെ കാണുന്നു? അത് ഹോമിയോപ്പതി ഫലപ്രദമായി ട്രീറ്റ് ചെയ്യുന്നുണ്ടോ? അതോടൊപ്പം തന്നെ വാക്സിനേഷനെ കുറിച്ചുള്ള ഹോമിയോപ്പതിയുടെ കാഴ്ചപ്പാട് എന്താണ്? ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ വാക്സിനേഷനെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ വാക്സിനേഷനെ കുറിച്ചുള്ള ഹോമിയോപ്പതിയുടെ കാഴ്ചപ്പാട് എന്താണ്? ഒരു ചോദ്യം കൂടി ഇതിന് ശേഷം പറയാം. The first question, അതായത് how does the memory work? ഓക്കെ, നമുക്ക് സ്പെക്ട്രോഫോട്ടോമെട്രിയിൽ അവഗാഡോ നമ്പേഴ്സ് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ട്രേസും കിട്ടാറില്ല. So there should be some method to identify whether it works or not. So I have stated that after potency 6, there is no Avogadro's number remains. But still, when we dilute the material and give to the patient, he responds. And his response is the result of its action. Number one. If it is only in one person, we can just keep it aside. If it is 20 people, we can just think it might be a placebo effect, combined effect. But if it is for a whole population, then a question comes, yes, we must spend 2 minutes to think about that. What we need, everyone should cooperate to identify, to prove whether it is a placebo effect or memory effect. Number one. Number two is what was the question? That രോഗാണുക്കളുടെ സ്വാധീനം, രോഗത്തിനെ കുറിച്ച്. ഈ രോഗാണുക്കളുടെ വളരെ കാര്യമായിട്ട് തന്നെ ഹോമിയോപ്പതി കാണുന്നുണ്ട്. അതിൽ രോഗാണുക്കളെ നിർമൂലനം ചെയ്യാനുള്ള ചില എലിമെൻസിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുപ്രം ഇസ് എ കോപ്പർ കൊടുക്കുക. കോപ്പർ കൊടുത്തു കഴിയുമ്പോൾ ഏത് രീതിയിലുള്ള ബാക്ടീരിയോളജിക്കൽ ഇൻഫെക്ഷൻസും കൺട്രോളിലാവും. അതിന് ഞങ്ങൾക്ക് വി ആർ ഹാവിങ് എ മെഡിസിൻ കോൾഡ് കുപ്രം മെറ്റ്. ബട്ട് വെൻ ലുക്കിംഗ് ബാക്ക്
leave it alone homeopathy, even in our households, there were ചെമ്പുകുടങ്ങൾ. ആ ചെമ്പുകുടങ്ങളിൽ വെള്ളം കുടിച്ചിരുന്ന ആളുകളിൽ വളരെ കുറച്ച് മാത്രമേ ഡിസെൻട്രിയും ഡയോറിയയും ആമാതിരിയുള്ള പ്രശ്നങ്ങളും നമ്മുടെ നാടുകളിൽ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൻപുറത്ത് ഒരു രോഗിയെ കണ്ടെത്തുക എന്നുള്ളത് തന്നെ വലിയൊരു പ്രശ്നമായിരുന്നു. കാരണം ഒരു രോഗമില്ലാത്ത ഒരവസ്ഥ നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കാൻ സാധിച്ചിരുന്നു. ഈ രോഗങ്ങളൊക്കെ വരാൻ തുടങ്ങിയതെന്ന് വെച്ചാൽ അത്യാധുനിക ഇന്റർഫിയറൻസ് വന്നതിലൂടെയാണ്. പ്രെഡിനിസോണും അതുപോലെയുള്ള കോർട്ടിക്കോസ്റ്റെറോയിഡ്സും നമ്മുടെ ബീഡിക്കടകളിൽ കിട്ടും എന്നുള്ളൊരവസ്ഥ വന്നപ്പോഴാണ് ഇവിടുത്തെ ഡയബറ്റീസ് പേഷ്യൻസിൻ്റെ എണ്ണം കൂടിയെന്നുള്ളത് പലർക്കും അറിയാൻ പാടില്ല. ഈ വിവരം വ്യക്തമായിട്ട് അറിയാവുന്ന ആധുനിക ശാസ്ത്രവും അതിൻ്റെ പേരിൽ കണ്ണടക്കുകയാണ് ചെയ്യുന്നത്. എന്താ വെച്ചാൽ അവർക്ക് അതിനെപ്പറ്റിയൊന്നും ചെയ്യാനൊക്കില്ല. രണ്ടാമത് ഇവിടുത്തെ ഫോർ എക്സാമ്പിൾ BP മെഡിസിൻ കൊടുത്ത് ആർട്ടറീസ് ഡയലേറ്റ് ചെയ്ത് കണ്ടിന്യൂസ് ദ കറക്റ്റ് മെത്തേഡ് ഈസ് ആഫ്റ്റർ 3 years you have to evaluate the patient and then change the medicine if needed. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്നില്ല, ഒരിക്കലും സംഭവിക്കില്ല. ആദ്യം കുറിച്ചത് തന്നെ വീണ്ടും അയാളുടെ അസിസ്റ്റന്റ് വന്ന് വീണ്ടും അതിനെ കുറിച്ച് നമ്മളൊരു നല്ലൊരു പേഷ്യന്റിനെ സൃഷ്ടിച്ചെടുക്കാൻ ഇവിടെ ചെയ്യുന്നത്. ഇവിടെ സോ വെൻ വെരി മെറ്റിക്കുലസ്ലി വി വിൽ ഗോ ത്രൂ ദ റെക്കോർഡ്സ്. നമ്മൾ ഈ കൊണ്ടുവരുന്ന ഫയലുകളിലെയും നമുക്ക് വളരെ ആശ്ചര്യജനകമായ പല പ്രശ്നങ്ങളും കാണാൻ നോക്കും. പക്ഷെ ഇതിൻ്റെയൊക്കെ പുറകെ പോകാനോ ആവലാതിരിക്കലിനും മറ്റുള്ളവരെ കംപ്ലൈൻറ്റ് പോകാനും നമുക്ക് സമയമില്ല. നമുക്ക് ഇത് വളരെ ദുഃഖപൂർവ്വം കണ്ടു നിൽക്കാനേ സാധിക്കുള്ളൂ. ഓക്കെ, പക്ഷെ ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കുന്ന ശാസ്ത്രാധിഷ്ഠിത ആൾക്കാരുണ്ടല്ലോ, അവരാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അവരുടെ ബുദ്ധിപരമായ സമീപനം ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്കായിട്ട് വിനിയോഗിക്കുക, സത്യത്തെ വെളിച്ചത്തിൽ കൊണ്ടുവരാനായിട്ട് വിനിയോഗിക്കുക, അല്ലാതെ ദൈവത്തിൻ്റെയും ആരാധനകളുടെയും പുറകെ പോകാതെ, അല്ലെങ്കിൽ ആരെങ്കിലും ഘോഷിച്ചതെന്ന് പറയാതെ, ഹോപ്കിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സർട്ടിഫൈ ചെയ്തു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഓടാതെ യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യങ്ങളായിട്ട് കാണാനും അത് സ്വീകരിക്കാനുമുള്ള ഒരു ധൈര്യം, ഒരു തീക്ഷ്ണവൈഭവം, അതാണ് നമുക്ക് ആവശ്യം. താങ്ക്സ്. ഒരു ചോദ്യം കൂടിയുണ്ട് ഡോക്ടർ വിശ്വനാഥ് സാറിനോടാണ്. ഒന്ന്, നമ്മളിപ്പോൾ ഓൾട്ടർനേറ്റീവ് തെറാപ്പി വലിയ തോതിൽ സാമൂഹികമായിട്ടും മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രോത്സാഹിക്കപ്പെടുന്നത്. ഓൾട്ടർനേറ്റീവ് തെറാപ്പിയുടെ സംടൈം ഇറ്റ് മേ വർക്ക്, ബട്ട് ഓൾട്ടർനേറ്റീവ് തെറാപ്പിയുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ പലപ്പോഴും വളരെ സീരിയസ് ആയിട്ടുള്ള പേഷ്യൻസിന് പ്രോപ്പർ മെഡിക്കേഷൻ കിട്ടാൻ ഡിലേ ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൻ്റെ. എൻ്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് ഡയബറ്റീസിൻ്റെ ചികിത്സ ഇടയ്ക്ക് വെച്ച് നിർത്തി ഒരു നാട്ടുവൈദ്യത്തിൻ്റെ അടുത്ത് പോയി 1.5 വർഷത്തോളം അവിടുന്ന് ചെയ്തു. അയാൾ ഈവൻ ബ്ലഡ് ഷുഗർ മോണിറ്ററിംഗ് പോലും ചെയ്തിരുന്നില്ല. അതിൻ്റെ സെക്കൻഡറി കോംപ്ലിക്കേഷൻ നെഫ്രോപ്പതി സ്റ്റാർട്ട് ചെയ്തു, ആൾ മരിച്ചുപോയി. അപ്പോൾ എൻ്റെ ഇതാണ്. അപ്പോൾ ഓൾട്ടർനേറ്റീവ് തെറാപ്പിയെ അത് നമുക്ക് നമ്മുടെ ഒരു സാമൂഹ്യ ബോധം അനുസരിച്ച് നമുക്ക് പൂർണ്ണമായിട്ട് വേണ്ടാന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ഒരു ബേസിക് മതബോധം അനുസരിച്ച് നമ്മളിങ്ങനെ അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഓൾട്ടർനേറ്റീവ് തെറാപ്പിയെ നിയന്ത്രിക്കാൻ എങ്ങനെയാണ് ഇപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രം നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അതിനൊരു ലിമിറ്റ് വെക്കാനോ എങ്ങനെയാണ് അതിനിപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രം അപ്രോച്ച് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ? ഇതാണ് എൻ്റെ ഒരു ഡൗട്ട്. വാസ്തവത്തിൽ വലിയൊരു പ്രശ്നമാണ് ഉന്നയിച്ചത്. ഇതൊക്കെ ഹോമിയോപ്പതിയിൽ അനുഭവ കഥകളാണ്. അപ്പോൾ ഇതുപോലുള്ള അനുഭവ കഥകളിൽ ഹോമിയോപ്പതി മാത്രമല്ല, നാച്ചുറോപ്പതിയും മൂത്രചികിത്സയും. ഞാൻ ഹോമിയോപ്പതിക്ക് മാത്രമായിട്ടല്ല എതിരായിട്ട് സംസാരിക്കും, നാച്ചുറോപ്പതിയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, മൂത്രചികിത്സയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ശാസ്ത്രാധിഷ്ഠിതമല്ലാത്ത ഈ ചികിത്സാ രീതികൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന കെടുതികൾ അതാരും പറയാനില്ല. അതുകൊണ്ട് പറയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ശാസ്ത്രപ്രചാരകൻ എന്നുള്ള നിലയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമേ എനിക്കത് പറയാൻ പറ്റൂ. ഒരു പൗരൻ എന്നുള്ള നിലയിൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ടാണ് മയമില്ലാത്ത ഭാഷയെ ഇതിനെ വിമർശിക്കുന്നത്. ചെല്ലുന്നിടത്തൊക്കെ വിമർശിക്കും കൃത്യമായി. കാരണം കോൾ എ സ്പെയ്ഡ് എ സ്പെയ്ഡ്, ദ ടൈം ഈസ് പാസ്റ്റ്. അതായത് നമ്മൾ ഈ തരത്തിൽ അതിനെ ഇതങ്ങനെ ആവാം ഇതിങ്ങനെ ആവാം എന്ന് പറയാനുള്ള സമയമൊക്കെ കഴിഞ്ഞു. ഇതിൽ കൃത്യമായി ഇത് തെറ്റാണ് എന്ന് ആരെങ്കിലും തുറന്ന് പറയേണ്ട സമയം. എനിക്ക് തോന്നുന്നത് ഇത് പറയുക. പിന്നെ രണ്ടാമത്, കുട്ടികളുടെ ഒരു അവബോധം സൃഷ്ടിക്കുക. അടുത്ത തലമുറയെങ്കിലും ഇതിൽ പോയി ചാടാതിരിക്കട്ടെ. സമൂഹത്തിൻ്റെ ശാസ്ത്രബോധം ഉയർത്തുക മാത്രമാണ് ഇതിന് വഴി. കാരണം ഇതിന് ഡിമാൻഡ് ഉള്ളത് കൊണ്ടാണല്ലോ. ഇതിന് ഡിമാൻഡ് ഉള്ളതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മുടെ പ്രകൃതി ചികിത്സകനായിട്ടുള്ള ചില ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടാൽ എന്തൊക്കെയാണ് പറയുന്നത്, കംപ്ലീറ്റ് ശാസ്ത്രവിദ്യയായ കാര്യങ്ങൾ സ്കൂൾ കുട്ടികളെടുത്ത് പോയി പറയാൻ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പഠനമെടുത്തോളം ഇതിന് ഡിമാൻഡ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും.
അപ്പോൾ എൻ്റെ ഒരു വിചാരം, സമൂഹത്തിൻ്റെ ശാസ്ത്രബോധം ഉയർത്തുന്നതിലോ മാത്രമേ ഇതിന് പെർമനൻ്റ് ആയിട്ടൊരു പരിഹാരമുള്ളൂ. നിയമത്തിലൂടെ ഒന്നും പരിഹരിക്കാൻ പറ്റുന്ന വിഷയമല്ല ഇത്, അൾട്ടിമേറ്റ്ലി പരിഹരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ചെയ്യാൻ പറ്റുള്ളൂ. കഴിയുന്നിടത്തോളം കൃത്യമായും സത്യസന്ധമായും നിശിതമായും വിമർശിക്കുക, കുട്ടികളെ പരമാവധി ശാസ്ത്ര കുതുകികളാക്കുക, ശാസ്ത്രബോധമുള്ളവരാക്കുക. കൃത്യമായി 10ാം ക്ലാസ്സിലെ ശാസ്ത്രം പഠിച്ചിട്ടുള്ള ഒരാൾ ഈ ഹോമിയോപ്പതിയോ മറ്റു ഈ പറയുന്ന തരത്തിലുള്ള ഓൾട്ടർനേറ്റീവ് ഇത് ഒന്നും തന്നെ അവർ വിമർശനമില്ലാതെ സ്വീകരിക്കില്ല. നമ്മുടെ സമൂഹത്തിൻ്റെ ശാസ്ത്രബോധത്തിൻ്റെ കുറവാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഇവരുടെ ഈ ഇതിൽ. ഇപ്പോൾ നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ ഈ അപകടങ്ങൾ, ഈ പ്രസിദ്ധനായിട്ടുള്ള ഒരു പ്രകൃതി വിൽസനുണ്ട്. അദ്ദേഹം ഇടയ്ക്കിടെ ഓരോ ആൾക്കാരെ ഇങ്ങനെ ഉയർത്തി കാണിക്കും. ഞങ്ങൾ രോഗമില്ലാതെ ജീവിക്കുന്നു, ഇത്ര വർഷങ്ങളായി എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തിന് പല ആൾക്കാരെയും കാണിക്കും. ഇവരൊക്കെ 1 കൊല്ലം 2 കൊല്ലം കാണാതാവും. നമുക്ക് നേരിട്ടറിയാം പലരെയും. അദ്ദേഹത്തിൻ്റെ മാസികയിൽ എഴുതുകയും വളരെ പ്രോമിനൻ്റായിട്ട് പറയുകയും ചെയ്ത ഒരു മനുഷ്യനിപ്പോൾ ഏതാണ്ട് മരണത്തിൻ്റെ അവസ്ഥ കിടക്കുകയാണ്. ഒരാൾ മരിച്ചു. ഇങ്ങനെ ഇത് വീണ് പോവാണ്. പാണ്ഡവന്മാരെ നടന്നു പോകുമ്പോൾ ഓരോ ആൾക്കാർ ഇങ്ങനെ വീണ് പോകുന്നില്ലേ, അതേപോലെ വീണ് പോവുകയാണ് പല ആൾക്കാരും. അവരൊന്നും മുന്നിലേക്ക് വരുന്നില്ല. ഈ അത്ഭുത അനുഭവ കഥകൾ പറഞ്ഞ് പലർക്കും പിന്നെ എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ നോക്കുന്നത്. ഈ കേരളത്തിൽ അതിപ്രസിദ്ധനായ ഒരു പ്രകൃതി ചികിത്സകൻ്റെ കഥയുണ്ട്. അദ്ദേഹത്തിന് വളരെ പ്രചരിപ്പിച്ചായിരുന്നു. ഏതാണ്ട് അകാലത്തിൽ എന്ന് പറഞ്ഞാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നാലെ പോവുകയാണെങ്കിൽ ഈ പറയുന്ന അനുഭവ കഥകളുടെയൊക്കെ യഥാർത്ഥ പിന്നാമ്പുറം അപ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുക, അത് എനിക്ക് പറയാൻ പറ്റൂ, ശാസ്ത്രബോധം പരമാവധി പ്രചരിപ്പിക്കുക, സമൂഹത്തിലെ ചിന്താരീതി ശാസ്ത്രത്തെ ചിന്താരീതിയാക്കുന്നത് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. സമയം വളരെയധികം അതിക്രമിച്ചിരിക്കുകയാണ്. വളരെ ചുരുക്കി ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഹലോ, എൻ്റെ പേര് മിനി എന്നാണ്. എൻ്റെ ചോദ്യം ഡോക്ടർ വിശ്വനാഥൻ സാറിനോടാണ്. എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മോനൊരു റോഡ് ആക്സിഡൻറ്റിൽ പെട്ടിട്ട് ഒരു 6 months കോമയിലായിരുന്നു 4 വർഷം മുമ്പ്. 3 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രജ്ഞന്മാരെല്ലാവരും പറഞ്ഞു, ഞങ്ങൾ 3-4 ഡോക്ടേഴ്സിനെ കണ്ടു. പൂനെയിലായിരുന്നു. 3-4 അല്ല 4-5 ഡോക്ടേഴ്സിനെ കണ്ടു. എല്ലാവരും പറഞ്ഞു, ഇനി ഈ കുട്ടിക്ക് ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ല, നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകോ, ഒരു രക്ഷയില്ല, ഇവൻ ഇങ്ങനെ തന്നെ ജീവിതകാലം മുഴുവൻ ഇരിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ അതിനകത്തൊന്നും മനസ്സിലാകാതെ ഞങ്ങൾ ഹോമിയോപ്പതി ഇവിടെ ഡോക്ടറെ അടുത്ത് പോയി ഹോമിയോ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. അതിന് മുമ്പ് തന്നെ ഞങ്ങൾ ICUവിൽ ഡോക്ടർ അറിയാതെ തന്നെ മരുന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു ഹോമിയോപ്പതിയുടെ. ആദ്യം ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ സമ്മതിച്ചില്ല. അപ്പം ഞങ്ങൾ 3 മാസം വെയിറ്റ് ചെയ്തു. 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഹോമിയോപ്പതി ഞങ്ങൾ തന്നെ സ്വയം ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ആയുർവേദം ചെയ്തു. ഇപ്പം എൻ്റെ മോന് സാറിൻ്റെ മുമ്പിൽ കൂടെ ഇപ്പം നടന്നുപോയ ആ കുട്ടി അതാണ്. ഈ കുട്ടി ഒരിക്കലും കാല് നിലത്ത് കുത്തത്തില്ല, നിങ്ങൾ വീൽ ചെയർ വാങ്ങിച്ചോ, നിങ്ങൾക്കിനി യാതൊരു ഇതുമില്ല എന്ന് 4-5 വിദഗ്ധന്മാർ ഡോക്ടേഴ്സ് ഞങ്ങളോട് പറഞ്ഞതാണ്. അപ്പോൾ സാർ ഈ ഹോമിയോപ്പതി ശാസ്ത്രത്തിനെ ഇങ്ങനെ അപമാനിക്കുന്ന രീതിയിലൂടെയാണ് സംസാരിച്ചത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, സാർ ഈ ശാസ്ത്രത്തിൽ ഇനി ഈ കുട്ടികൾ ഇതിനെ പോകരുത്, പഠിക്കാൻ പോകരുത്, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു സമൂഹത്തെ തന്നെ മിസ്ലീഡ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതിനകത്ത് ഇഷ്ടമുള്ള ആൾക്കാർ പോവുക, ഇഷ്ടമില്ലാത്ത ആൾക്കാർ പോകാതിരിക്കുക. പിന്നെ ഇപ്പോൾ താനേന്ന് വന്ന ഉണ്ണികൃഷ്ണൻ സാറ് പറഞ്ഞതുപോലെ, നിങ്ങൾ മനുഷ്യ നന്മയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ 3 കൂട്ടരും കൂടെ യോജിച്ച് നിന്ന് മനുഷ്യന് നന്മ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ അതേ രീതിയിൽ പോയാൽ ഒത്തിരി ആൾക്കാർക്ക് ഗുണമുണ്ടാകും എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. എൻ്റെ ഹോമിയോ ഡോക്ടറുടെ പേരും എല്ലാം വേണമെങ്കിൽ ഞാൻ വെളിപ്പെടുത്താം, അതിനും തയ്യാറാണ്. ഓക്കെ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 8 കാരണങ്ങളിൽ ഒരു കാരണം ഇതാണ്. മിസ്ലീഡ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, നിഷ്ഫലമായ, അതാണ് പറഞ്ഞത്, നിഷ്ഫലമായ, യഥാർത്ഥത്തിൽ നിഷ്പ്രയോജനമായ ചികിത്സകൾ എന്തുകൊണ്ട് പ്രയോജനപ്രദമാവുന്നു എന്ന് പറഞ്ഞ 8 കാരണങ്ങൾ ഒരു കാരണത്തിൻ്റെ ജീവിക്കുന്ന ഉദാഹരണമാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. അതായത് ആർക്കും തന്നെ ഒരാളുടെ കാര്യത്തിൽ കാരണം ഇത് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടാണ് പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു എന്താ പറയുക, അനിശ്ചിതത്വമുണ്ട്. ഒരു ബെൽ കർവ്, ഇങ്ങനെ ഒരു കർവാണെങ്കിൽ നമ്മൾ അതിൻ്റെ നടുവിലുള്ള ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. ഇതിന് സാധ്യതയില്ല. ഒരു ഡോക്ടറും ഞാൻ പറയുന്നത് വിചാരിക്കുന്നില്ല ഈ കുട്ടി ഇനി ഒരു കാലത്തും എഴുതുന്നില്ല, അങ്ങനെ ആരും പറയുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. സാധ്യതയില്ല എന്ന് പറഞ്ഞാണ് എന്നെ പറയാൻ സമ്മതിക്കൂ. സാധ്യതയില്ല എന്ന വാക്കാണ് സാധാരണ പറയാം. അത് ഈ സാധ്യതകളുടെ ഒരു പട്ടികയെക്കുറിച്ചുള്ള ബോധത്തിൽ നിന്നാണ് പറയുന്നത്. ഇത് തെറ്റാം, ധാരാളം തവണ തെറ്റാം. നല്ലൊരു രീതിയിൽ അത് വന്നു നന്നായി, നമുക്കൊക്കെ സന്തോഷമുള്ള കാര്യമല്ലേ, ഇത്ര സന്തോഷമുള്ള കാര്യമാണ്. അതെ. പക്ഷേ ഇതിൽ ഒരു വാചകം പറയട്ടെ. ഹോമിയോപ്പതി ആയാലും ദൈവമായാലും ഒരു വാചകം, ഗോഡ് ഡസ് നോട്ട് ഹീൽ ആംപ്യൂട്ടീസ്. അത് കേട്ടിട്ടുണ്ടോ? ഒരാളെ കാല് ഇവിടെ വെച്ച് മുറിച്ച് കളഞ്ഞു, എന്ത് ദൈവം വന്നാലും ആ കാല് രണ്ടാമത് മുളക്കില്ല. ഇനി എന്നെ പറയാൻ സമ്മതിക്കും സഹോദരി, നിങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ
അത് നമുക്കറിയാം. ഗോഡ് ഡസ് നോട്ട് ഹീൽ ആംപ്യൂട്ടീസ്. പക്ഷേ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇത് നമുക്ക് തീർച്ചയാണ് നടക്കില്ല എന്നുള്ളത്. പക്ഷേ മറ്റുള്ള കാര്യത്തിൽ ന്യൂറോളജിക്കൽ റിക്കവറിയൊക്കെ വളരെ നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആണ്. എത്രയോ ഇതുപോലത്തെ ഉദാഹരണങ്ങളുണ്ട്. ഞാൻ ഒരു രോഗി എനിക്ക് ഓർമ്മയുണ്ട്. കുറേ വർഷങ്ങളായിട്ട് ഒരു കാല് ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്, റിക്കവർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കാര്യമാണ്. എനിക്ക് അത്ഭുതം തോന്നിയത്. അപ്പോൾ എന്താ ഇപ്പോൾ ചെയ്യുക? ഞാനന്ന് ചെറുപ്പമാണ്, എനിക്കൊന്ന് 26-27 വയസ്സുള്ളൂ എനിക്ക്. ഞാനൊരു വിറ്റാമിൻ ബി കോംപ്ലക്സ് അങ്ങ് എഴുതി കൊടുത്തു. എന്നിട്ട് ശരി ഇപ്പം മെത്താൽ ശരിയാ, എന്താ ഇപ്പം ചെയ്യുക? ഇത് മരുന്ന് നോക്കൂട്ടോ, ഒരു മാസം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ട് കൊടുത്തു. അയാളെ സമാധാനിപ്പിച്ച്, കംഫർട്ട് ഓൾവേസ് എന്നുള്ളതല്ലേ, ഇത് ശരിയാവില്ല എന്ന് അയാളെ വിഷമിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഒരു മാസം കഴിഞ്ഞാൽ ഇത് നിന്ന് വരുന്നു. എന്താ ഈ കോംപ്ലക്സിൻ്റെ ഒന്നോ? അതൊന്നുമല്ല. പൂർണ്ണമായും നമുക്ക് എങ്ങനെയാണ് ഈ നെർവുകളുടെ റിക്കവറി പൂർണ്ണമായിട്ട് 100% പ്രെഡിക്റ്റ് ചെയ്യുക എന്നുള്ളത് അസാധ്യമാണ് സഹോദരി. അതങ്ങനെ ഏതെങ്കിലും ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞ വിഡിത്തമാണ്. ഈ കുട്ടി എല്ലാ കാലം ഈ കുട്ടി നിരത്ത് കുത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ അയാൾ അപ്പം തന്നെ ഞാൻ പറയുന്നത് അറിയോ, അയാൾ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. ഈ കുട്ടി ഇനി ഒരു കാലത്തും കാല് നിരത്ത് കുത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഡോക്ടറെ ആയിരിക്കാൻ യോഗ്യനല്ല. അങ്ങനെയൊന്നും ഒരാളും പറയാൻ പാടില്ല. കാരണം അങ്ങനെ പറയാനുള്ള ഒരു വിവരം നമുക്കില്ല. അപ്പോൾ ഇതിൽ 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ചില കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് പറയാം. കാല് മുറിച്ച് കളഞ്ഞ ഞാൻ പറയും, ഇനി ഈ കാല് രണ്ടാമത് മുളച്ച് വരില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അത് ശരിയാണ്. കാരണം അത് നമുക്ക് ഉറപ്പിച്ച് പറയാം. ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. അബോധാവസ്ഥയിൽ 13 വർഷം 20 വർഷം കിടന്നിട്ട് ആൾക്കാർ വളർന്നു വന്നിട്ടുണ്ട്. നമുക്കറിയാം, അങ്ങനെ ചരിത്രങ്ങളുണ്ട്. അപ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് ആ ഡോക്ടർ അങ്ങനെ പറഞ്ഞത്? ഇറ്റ് ഇസ് ഹിസ് മിസ്റ്റേക്ക്. അത് താങ്കളുടെ ഹോമിയോപ്പതിയുടെ ഫലമാണെന്ന് വിശ്വസിക്കുന്നത് താങ്കളുടെ ഇഷ്ടം. ഇനി അടുത്ത ചോദ്യം. ഞാൻ കുട്ടികളെ ഇതിലേക്ക് വിടരുത് എന്ന് പറയുന്നത് എൻ്റെ കൺവിക്ഷനാണ്. തെളിവുകൾ വെച്ചുകൊണ്ടാണ് പറയുന്നത്. 8 കാരണങ്ങൾ കൊണ്ട് ഇത് ഫലിക്കില്ല. ഇത് ശാസ്ത്രവിരുദ്ധമാണ്. 8 കാരണങ്ങൾ കൊണ്ട് ഇത് ഫലിക്കുന്നതായി തോന്നാം. പൂർണ്ണമായും ശാസ്ത്രവിരുദ്ധമാണ്. ശാസ്ത്രാധിഷ്ഠിതമായ ഒരു പ്രൊഫഷൻ ഉദ്ദേശിക്കുന്ന ശാസ്ത്രം പഠിച്ച കുട്ടികളോടാണ് ഞാൻ പറയുന്നത് ഇതിന് പോകരുതെന്ന് പറഞ്ഞത്. അത് എൻ്റെ ഒരു ആശയപ്രകാശനത്തിലുള്ള അവകാശമാണ്. അത് തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പോയിന്റുകൾ വെച്ച് വിമർശിക്കാം. അതുകൊണ്ട് നിങ്ങളിങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞത് അത് ഞാൻ അംഗീകരിക്കാൻ തയ്യാറല്ല, ക്ഷമിക്കണം. ഈ സെഷനിലെ ചോദ്യം അല്ലെ അവസാന ക്വസ്റ്റ്യൻ എന്താ വകയാ? അതായത് പേര് പറയും. ദീപക് പച്ച എന്നാണ് പേര്. ഞാനൊരു റേഷണലിസ്റ്റ് പഠിക്കുന്ന ഒരാളാണ്, റേഷണലിസ്റ്റ് ആവാനുള്ള ശ്രമത്തിലുള്ള ഒരാളാണ്. അപ്പോൾ ഈ സംവാദത്തിൽ ആകെ കണ്ടത്, ചോദ്യം 1 മിനിറ്റ് കൊണ്ട് തീർക്കും, ആരും പഠിക്കണ്ട. അതായത് അനുഭവത്തിൻ്റെ തീഷ്ണതയെ, സ്വാനുഭവത്തിൻ്റെ തീഷ്ണതയെ ശാസ്ത്രം കൊണ്ട് വാദിച്ച് ജയിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് മൊത്തത്തിൽ. ഒരാൾ പറഞ്ഞു ശബരിമലയ്ക്ക് പോയി അയ്യപ്പനെ കണ്ടു എന്നുള്ള. സത്യത്തിൽ അനുഭവം എടുത്താലും എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്, എൻ്റെ അച്ഛൻ 30 വർഷം കൃത്യമായി വ്രതമെടുത്ത് ശബരിമലക്ക് പോയ ഒരാളാണ്. 30 ഒടുവിൽ ഒരു റോഡ് സൈഡിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുക ചെയ്തത്. അതുകൊണ്ട് അനുഭവം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇങ്ങനെ ഇതിന് രക്ഷപ്പെട്ടവരെ ദൈവം രക്ഷിച്ചവരെക്കാൾ കൂടുതൽ ദൈവം ശിക്ഷിച്ചവരാണ് ലോകത്തിലെ അനുഭവത്തിൽ അവസരം തോന്നുന്നത്. കാരണം ഈ 100 കോടി ഇന്ത്യക്കാരുടെ രാജ്യത്ത് 80 കോടി ആൾക്കാരും പട്ടിണിയിലാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ ചോദ്യം ഇതുമായി ബന്ധപ്പെട്ടല്ല. ചോദ്യം എൻ്റെത് വിശ്വാൻ സാറിനോടാണ്. സത്യത്തിൽ ഞാനൊരു എഞ്ചിനീയറാണ്. എഞ്ചിനീയറിംഗിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളൊരു എന്ന് പറയുന്നത്, പലതും നമുക്ക് കൃത്യമായി പ്രൂവ് ചെയ്യാൻ പറ്റില്ലെങ്കിലും നമ്മൾ എംപിരിക്കൽ ഫോർമുല ഉപയോഗിക്കും. അതായത് ചിലർ നടത്തിയ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില ഫോർമുല നമ്മൾ ഡെവലപ്പ് ചെയ്ത് ആ ഫോർമുലയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പിന്നീട് ഉള്ള കാര്യങ്ങൾ ഡിസൈൻ ചെയ്യുന്നതായാലും എന്തായാലും ശരിക്കും. അതുകൊണ്ട് ഈ ഹോമിയോപ്പതിയിലും സത്യത്തിൽ ഈ എംപിരിസത്തെ, അതായത് കുറേ ആൾക്കാരുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊരു എംപിരിക്കൽ ഫോർമുല ഡെവലപ്പ് ചെയ്യുന്നത്, അതിനെങ്ങനെയാണ് ആധുനിക വൈദ്യശാസ്ത്രം എങ്ങനെയാണ് ആ എംപിരിസത്തെ നിരാകരിക്കുന്നത് എന്നാണ് എൻ്റെ ചോദ്യം. അതിനെങ്ങനെയാണ് വെല്ലുവിളിക്കാൻ കഴിയുക എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. റാഷണലിസം പഠിക്കുന്ന എൻ്റെ സുഹൃത്തിനോട്, പേര് പറഞ്ഞു, ദീപക് പച്ച, നല്ല പേര്. അപ്പോൾ ദീപക്, ജ്ഞാനോദയാനന്തര റാഷണലിസം എന്ന് പറയുന്നത് എനിക്ക് അവസാനമായതുകൊണ്ട് എനിക്ക് 2 മിനിറ്റ് കൂടുതൽ എടുക്കാം. ഈ പ്യുവർ റാഷണലിസവും എംപിരിസിസവും ചേരുന്നതാണ്. അത് നമ്മൾ പലവട്ടം യുക്തിയുഗത്തിൻ്റെ ആഴത്തിൽ പറഞ്ഞൊരു കാര്യമാണ്. എംപിരിസിസം തന്നെയാണ് നമ്മുടെ മാർഗം. ആധുനിക ശാസ്ത്രത്തിൻ്റെ ഒരു മാർഗം ഈ അനുഭവിക വാദത്തെയും നമ്മുടെ റാഷണലിസത്തെയും. ഇതാണ് ഞാൻ ഇവിടെ എനിക്ക് പറയാൻ അവസാനത്തെ നിമിഷം ചാൻസ് കിട്ടി. എല്ലാ പ്രശ്നത്തെയും ഞാൻ പറയുന്നതാണ്, എനിക്ക് ചാൻസ് കിട്ടിയതാണ് ഇവിടെ. നിരീക്ഷണവും അതിനെ അടിസ്ഥാനപ്പെടുത്തിയ യുക്തിയധിഷ്ഠിതമായ ചിന്തനവും ഇതാണ് ശാസ്ത്രത്തിൻ്റെ മാർഗം. അപ്പോൾ ഈ നിരീക്ഷണം എന്നുള്ളത് ഇതാണ് എംപിരിസിസത്തിൻ്റെ മാർഗം. നിരീക്ഷണം തന്നെയാണ്. നിരീക്ഷണവും
യുക്തിയധിഷ്ഠിതമായ ചിന്തനവും. ഇതാണ് യുക്തിവാദം കേരളത്തിൽ തുടങ്ങുന്ന ഈ വാചകം കൊണ്ടാണ്. ഇതാണ് യുക്തിവാദത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും ഒക്കെ മാർഗം. സയൻസിൻ്റെ മാർഗം അതാണ്. നിരീക്ഷണവും, അതായത് എംപിരിസവും, യുക്തിയധിഷ്ഠിതമായ ചിന്തനവും, അതായത് റാഷണലിസം. ഇതിലൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ, നിരീക്ഷണത്തിന് ശേഷം യുക്തിയധിഷ്ഠിതമല്ലാതെയും ചിന്തിക്കാം. അതെങ്ങനെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയും. ഹനിമാൻ, സിങ്കോണ ഈസ് ഫോർ ഹനിമാൻ വാട്ട് ദ പെൻഡുലം വാസ് ഫോർ ഗലീലിയോ. ഗലീലിയോ ഒരു തവണ ഒരു പള്ളിയിൽ പോയിട്ട് ഇങ്ങനെ ആ സ്റ്റാൻഡ്ലേഴ്സ് ഇങ്ങനെ ആടുന്നത് കാണുന്നു. അതിൽ നിന്നാണ് മൂപ്പർക്ക് ചില ധാരണകൾ, ഈ പെൻഡുലത്തിനെ കുറിച്ചുള്ള ധാരണ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ന്യൂട്ടൻ്റെ മേലെ ആപ്പിൾ വീഴുന്നു. ഈ നിരീക്ഷണത്തിൽ നിന്ന് അവർ യുക്തിയധിഷ്ഠിതമായ ചിന്തനത്തിലൂടെ ചില പ്രകൃതി നിയമങ്ങളിലെത്തുന്നു. ഹനുമാൻ അദ്ദേഹത്തിനുണ്ടായ അലർജി എന്ന നിരീക്ഷണത്തെ യുക്തിയധിഷ്ഠിതമല്ലാതെ ചിന്തിച്ചതിൻ്റെ ഭാഗമായി അവിടെ അതാണ് ഈ കപടശാസ്ത്രങ്ങളുടെ പറയപ്പെടുന്ന എംപിരിസിസവും യഥാർത്ഥത്തിലുള്ള എംപിരിസവും തമ്മിലുള്ള വ്യത്യാസം എന്നാണ് റാഷണലിസ്റ്റിലേക്ക് പോകുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് മനസ്സിലാക്കേണ്ടത്. എംപിരിസിസം എന്ന് പറഞ്ഞാൽ ഹോമിയോപ്പതിയുടേത് എംപിരിസിസം അല്ല. അതെന്താണ്? കപടശാസ്ത്രത്തിൻ്റെതായ വഴിയാണ്. അതായത് ചില പാറ്റേൺ സീക്ക് ചെയ്യുന്നു, ആ പാറ്റേണിൻ്റെ അടിസ്ഥാനത്തിൽ ചില നിയമങ്ങൾ ഉണ്ടാക്കുന്നു. നിരീക്ഷണങ്ങളുണ്ട്, ചിന്തനം യുക്തിയധിഷ്ഠിതമല്ല. ഇപ്പോൾ വേട്ടാളൻ എന്ത് ചെയ്യുന്നു? വേട്ടാളൻ പുഴുവിനെ എടുത്തുകൊണ്ടുപോയി അതിനകത്ത് വെക്കുന്നു. കുറേ കഴിയുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് വേട്ടാളൻ പറന്നു വരുന്നു എന്നൊരു നിരീക്ഷണമുണ്ട്. അപ്പോൾ വേട്ടാളനെ തന്നെ ചിന്തിച്ചു വേട്ടാളനായി പുഴു മാറുന്നത് പോലെ എന്ന് പറയും. ഇത് എന്താണ്? നിരീക്ഷണത്തെ അയുക്തികമായി ചിന്തിക്കുന്നതിൻ്റെ ഫലമാണ്. വാസ്തവത്തിൽ അതല്ല സംഭവിക്കുന്നത്. ഈ പുഴുവിനെ അവിടെ കൊണ്ടേ കൊടുത്തിട്ട് തിന്നാൻ കൊടുക്കണം. അതുണ്ടായി വരുന്ന ഒരിക്കലും ഈ എഴുത്തുകൂടുന്ന പുഴുക്കളൊക്കെ വേട്ടാളന്മാരായി മാറില്ല. ഇതാണ് ഈ എംപിരിസിസത്തിൻ്റെ പ്യുവർ എംപിരിസിസം എന്ന് പറയാമെങ്കിൽ. എംപിരിസിസത്തിന് വെറും നിരീക്ഷണത്തെ മാത്രം അടിസ്ഥാനമാക്കി യുക്തിയധിഷ്ഠിതമല്ലാതെ ചിന്തിക്കുന്നതാണ് കപടശാസ്ത്രങ്ങളുടെ വഴി. ശാസ്ത്രത്തിൻ്റെ വഴി ഈ എംപിരിസിസത്തെ റാഷണലായിട്ട് യുക്തിയധിഷ്ഠിതമായി ചിന്തിച്ച ശേഷം ഉപയോഗിക്കാവുന്നതാണ്. അതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഒരു ചോദ്യം കൂടി ഉണ്ട്, ഉണ്ണികൃഷ്ണൻ സാറ്. എൻ്റെ ചോദ്യം വായിക്കണം. മാത്രമല്ല അതിനുശേഷം എൻ്റെ ഒരു നിരീക്ഷണം കൂടിയുണ്ട്. എന്താ വെച്ചാൽ ഇവിടെ നടത്തുന്ന 2 സെഷനും, ഒന്ന് ആദ്യം ഹോമിയോപ്പതിനെ പറ്റിയിട്ട് ഡോക്ടർ സുകുമാരൻ സാർ പറഞ്ഞു. മൂപ്പരുടെ ഒരു സാധാരണ മട്ടിലുള്ള പ്രസംഗമായിരുന്നു. പ്രബന്ധം എന്നും കൂടിയും പറയാൻ പറ്റില്ല. പ്രബന്ധം എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതിക്കൊണ്ട് വന്ന് ഒന്ന് വായിച്ച് അതിനെപ്പറ്റി വിശകലനം ചെയ്യുക എന്നുള്ളതാണ് പ്രബന്ധം. ഇതിൽ അദ്ദേഹം വളരെയധികം ഒരു കാഷ്വലായിട്ടുള്ള പോയിന്റ് പറഞ്ഞ് അത് നമ്മളിൽ പറഞ്ഞ് ഫലിപ്പിച്ചു എന്നുള്ളത് ഒരു പ്രസംഗം എന്ന രീതിയിലെടുത്തു. പക്ഷേ സാറിൻ്റെ ഈ ഹോമിയോപ്പതിന് എതിരെയുള്ള എല്ലാ വാദമുഖങ്ങളും വളരെയധികം സ്ട്രക്ചേർഡായിട്ട് പ്രിപ്പയർഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സോടെ ആധികാരികമായിട്ടുള്ള എല്ലാവിധ റിസോഴ്സസും കൂടിയിട്ടാണ് സാർ അത് അവതരിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ചാൻസ് കൊടുത്തില്ലേ എന്നൊരു ചോദ്യം എൻ്റെ ഉണ്ട്. അദ്ദേഹത്തിന് ഇതേപോലെ സംസാരിക്കാനും വാദമുഖങ്ങൾ 8 കാരണങ്ങൾ എന്താണെന്നും അതിനെ അനലൈസ് ചെയ്തിട്ട് അത് ഓരോ കാരണങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ ഉത്തരം തേടാനുള്ള സമയം ഇവിടെ ഉണ്ടായിരുന്നു എന്നും എൻ്റെ ചോദ്യമുണ്ട്. രണ്ടാളുടെയാണ് ചോദ്യമാണ്. മീൻസ് അദ്ദേഹത്തിനോടും ചോദ്യമുണ്ട്, അദ്ദേഹത്തിന് ചാൻസ് കിട്ടിയോ, സമയം അദ്ദേഹത്തിന് ഈ ഒരു സെഷൻ അദ്ദേഹത്തിന് ബോധപൂർവമായിട്ടുള്ളൊരു നീതി കൊടുത്തുവോ എന്നും എനിക്കൊരു ചോദ്യമുണ്ട്. ഈ പരിപാടി എങ്ങനെ നടത്തി എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ചോദ്യം. അതുകൊണ്ട് തന്നെ അതിന് ഉത്തരം പറയാനുള്ള ബാധ്യത സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ട്. ഈ പരിപാടിയെ പറ്റി ആലോചിക്കുന്ന സമയത്ത് തന്നെ 2 ഡോക്ടർമാരോടും ഞാൻ വ്യക്തിപരമായി സംസാരിച്ചിരുന്നു. പ്രത്യേകിച്ച് താങ്കൾ ഉന്നയിച്ച ചോദ്യം സുകുമാരൻ സാറിനെ സംബന്ധിച്ചുള്ളതാണ്. അദ്ദേഹത്തോട് ഞാൻ ഒരു പ്രബന്ധം തന്നെയാണ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തോട് അപേക്ഷിച്ചിരുന്നത്. അദ്ദേഹം അതൊരു അക്കാഡമിക് പേപ്പറായിട്ട് തന്നെയാണ് സബ്മിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് തന്നിട്ടുള്ളതും. അതേപോലെ തന്നെ വിശ്വനാഥൻ സാറിനോടും അക്കാഡമിക്കായ വളരെ ഫോർമലായ ഒരു പ്രബന്ധമാണ് അതിനാണ് ആവശ്യപ്പെട്ടിരുന്നത്. അത് അദ്ദേഹം ഒരു പ്രസൻറ്റേഷൻ്റെ രൂപത്തിൽ അവതരിപ്പിച്ചു. അതൊരു ലേഖനത്തിൻ്റെ രൂപത്തിൽ അദ്ദേഹം പിന്നീട് തയ്യാറാക്കി തരാമെന്നും പറയുന്നുണ്ട്. പിന്നെ ഈ പരിപാടി ഇവിടെ നടക്കുന്നതിനിടയിൽ സുകുമാരൻ സാറിനോട് നീതി കാട്ടിയോ ഇല്ലയോ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തോട് തന്നെ ഉത്തരം പറയാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തിന് മൈക്ക് കൈമാറുകയാണ്. പരിപൂർണമായിട്ടും നീതി കാട്ടിയിട്ടുണ്ട്. കാരണം ഈ ഹോമിയോപ്പതിയുടെ
അഗാധതയിലേക്ക് കടന്നു ചെല്ലുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സദസ്സായിരുന്നില്ല നമുക്കുണ്ടായിരുന്നത്. ഇവിടെ എന്തെല്ലാം സംഭവിക്കുമെന്നും എന്തെല്ലാം സംസാരിക്കുമെന്നും മുൻകൂട്ടി ഒരു വിധിയും ഞാൻ കൽപ്പിച്ചിരുന്നുമില്ല. വരുന്നിടത്ത് വളരെ കാഷ്വലായിട്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാകുന്ന രീതിയിൽ സാധാരണക്കാരൻ്റെ ഭാഷയിൽ നിങ്ങളുമായിട്ട് ഇടപെടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതല്ലായിരുന്നു എന്നൊരു ഞാൻ മനോജൻ്റെയൊക്കെ എഴുതി കൊടുത്തിരുന്ന പ്രബന്ധം ഇവിടെ ഇരുന്ന് വായിച്ചിട്ട് ഞാൻ അങ്ങ് ഇറങ്ങിപ്പോയിരുന്നതാണ്. അതല്ലായിരുന്നു എൻ്റെ ആവശ്യം. പിന്നെ വിമർശനങ്ങളില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വളരില്ല. ഈ വിമർശനങ്ങളെ ഞാൻ വളരെ സ്വാഗതം ചെയ്യുന്നു. അതായത് ആനയുടെ സ്വഭാവമായിരിക്കണം നമുക്കുണ്ടാവുന്നത്. ആന നടന്നു പോകും, പട്ടികൾ കുരയ്ക്കും, ആന ഒരിക്കലും തിരിഞ്ഞു നോക്കാറില്ല, ചോദിക്കാറുമില്ല എന്താ നിങ്ങൾ കുരയ്ക്കുന്നതെന്ന്. ആ നടപ്പ് അങ്ങനെ തന്നെ പോകട്ടെ. പിന്നെ ഇന്നലെ ചെയ്തോരബദ്ധം മൂഢർക്ക് ഇന്നത്തെ ആചാരമാവാം, നാളത്തെ ശാസ്ത്രമതാവാം. സമ്മതം മൂളായിക രാജൻ. ഇറ്റ് ഈസ് ഫോർ ദ ഗവൺമെന്റ്, ഇറ്റ് ഈസ് ഫോർ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു റെക്ടിഫൈ ഇഫ് എനി ലാക്കുന ഈസ് ദർ ഇൻ ദ എൻറ്റയർ കൺസെപ്റ്റ് ഓഫ് ദി സയൻസ്. And everybody's contribution is not essentially from the people who are working in the lab. ആ ലാബറട്ടറിയുടെ ഉള്ളിൽ കിടന്നുകൊണ്ട് മാത്രം ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള അല്ല സയൻസ്. ഇവിടെ ചുമട്ടുതൊഴിലാളിക്കും ഇവിടുത്തെ ചക്കട വണ്ടി വലിക്കുന്നതിനും അവൻ്റേതായിട്ടുള്ള സയൻസ് ഉണ്ട്. ആ സയൻസിനെ കാണാനായിട്ടുള്ള ഒരു യോഗ്യതയാണ് നമുക്ക് വേണ്ടത്. നമുക്ക് let us look for that. We shall participate in it. We shall look forward, and I appreciate this organizers for having given this opportunity. ഈ സന്ദർഭം ഒരുക്കി തന്ന ഓർഗനൈസേഷന് എനിക്ക് എൻ്റെ ഹൃദയംഗമായ നന്ദി. ഡോക്ടർ വിശ്വനാഥൻ സാറിനോട് എനിക്ക് വളരെയധികം നന്ദി. ഞാൻ അദ്ദേഹവുമായിട്ട് വീണ്ടും ഇടപെടാനായിട്ടൊരു ശ്രമം നടത്തും, അദ്ദേഹം അനുവദിക്കുകയാണെങ്കിൽ. എന്താണെന്ന് വെച്ചെന്നാൽ അദ്ദേഹം ഒരു യുക്തിവാദി സംഘടനയുടെ വക്താവ് കൂടിയാണ്. യുക്തിവാദങ്ങൾ മനുഷ്യൻ്റെ ഉപയോഗത്തിന് വേണ്ടി ആവട്ടെ, അതിൽ ഏതെങ്കിലും രീതിയിൽ തെറ്റുകൾ വരാതിരിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥത കൊണ്ടായിരിക്കും ഞാൻ അദ്ദേഹത്തെ സമീപിക്കുക, അദ്ദേഹത്തെ വിമർശിക്കുന്നതിനായിരിക്കില്ല. താങ്ക് യു. ചോദ്യം ഞാൻ വായിക്കാം. മാനുഷിക മൂല്യങ്ങൾക്കും മനുഷ്യരാശിയുടെ പൊതു താല്പര്യത്തിനും ഉപരി വൈദ്യശാസ്ത്രം ചേരിതിരിഞ്ഞ് അവനിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിൽ ഹോമിയോപ്പതിയെ താഴ്ത്തി കിട്ടുകയാണോ കുറേ സ്ട്രക്ചേർഡ് ഡാറ്റയും വാദങ്ങളും ഉന്നയിച്ച് ആധുനിക വൈദ്യശാസ്ത്രം താല്പര്യപ്പെടുന്നത്? ഇത് അല്ല എന്ന് ഒറ്റ വാക്കിൽ എനിക്ക് മറുപടി പറയാവുന്നേ ഉള്ളൂ. അല്ല, അങ്ങനെയല്ല. എൻ്റെ പർപ്പസ് എന്താണ് ഇത് പറയുന്നത് എന്നുള്ളത് ഞാൻ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഞാൻ ഒരു ശാസ്ത്രപ്രവർത്തകനാണ്. അത് ഹോമിയോപ്പതിയോട് മാത്രമായുള്ള ഒരു വൈരാഗ്യമല്ല. സാറ് പറഞ്ഞതുപോലെ ഹോമിയോപ്പതിയുടെ പ്രാക്ടീസുമായി എൻ്റെ പ്രാക്ടീസിന് ഒരു ബന്ധവുമില്ല. നമ്മൾ ഹോമിയോപ്പതിക്കാരും സാറ് പറഞ്ഞ പോലെ വീണ നമ്മുടെ അടുത്ത് തന്നെ വരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു വിഷയമേ ഇല്ല. ഒരു പ്രൊഫഷണൽ റൈവലറിയോ അങ്ങനെ ഒന്നും ഒരു വിഷയമേ ഇല്ല. അപ്പോൾ ഇതിലൂടെ പറയട്ടെ, ഇനി ഇതിനൊന്ന് അനലൈസ് ചെയ്യാം. വൈദ്യശാസ്ത്രം ചേരിതിരിയുക, ഇതിലെല്ലാം അടിസ്ഥാനപരമായിട്ടുള്ളൊരു സങ്കല്പം, ഞാൻ അംഗീകരിക്കാത്തൊരു സങ്കല്പം. ഒരുപാട് വൈദ്യശാസ്ത്രങ്ങളുണ്ട് എന്ന സങ്കല്പത്തെ ഞാൻ നിരാകരിക്കുന്നു. അങ്ങനെയില്ല. ഒരുപാട് വൈദ്യശാസ്ത്രങ്ങളിലില്ല. ഒരുപാട് വൈമാനിക ശാസ്ത്രങ്ങളില്ലാത്തതുപോലെ. ഞാനിപ്പം അവിടുന്ന് പറന്നാണ് വന്നത്, അതായത് എറണാകുളത്ത് നിന്ന് പറന്ന് കൊച്ചിയിൽ വന്നു. ഈ വൈമാനിക ശാസ്ത്രത്തിൽ ഒരു ആയുർവേദ വൈമാനിക ശാസ്ത്രവും ഹോമിയോപ്പതി വൈദ്യശാസ്ത്രവും ഒന്നുമില്ല. മനസ്സിലായോ? അപ്പോൾ ഇതുപോലെ കെമിസ്ട്രി, ഇദ്ദേഹം കെമിസ്റ്റാണ്, അവിടെ ഒരു ഇന്ത്യൻ കെമിസ്ട്രിയും ഒരു അമേരിക്കൻ കെമിസ്ട്രിയും അങ്ങനെയൊന്നുമില്ല. അതെ 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 അത് അങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞത് ആയുഷ് എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡാണ്. അത് വേറൊരു ദേവസ്വം ബോർഡാണ്. ഒരുപാട് കാരണങ്ങൾ, പല ചരിത്രപരമായ കാരണങ്ങൾ കൊണ്ട് ഒരുപാട് സംഗതികൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഗവൺമെൻറ് സ്റ്റാമ്പ് ഓഫ് അപ്രൂവൽ ഉണ്ട് എന്നത് ഒന്നിനെ ശാസ്ത്രീയമാക്കുന്നില്ല. ഞാൻ ശാസ്ത്രത്തിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് സംസാരിക്കുന്നു. ഞാൻ ആധുനിക വൈദ്യത്തിൻ്റെ എന്താ പറയുക ഒരു വക്താവ് എന്ന് നിങ്ങൾ കണക്കാക്കണ്ട. ഞാൻ ശാസ്ത്രത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്ന ആളാണ്. ഞാനും ഇദ്ദേഹവും ഞങ്ങൾ രണ്ടുപേരും, അദ്ദേഹം കെമിസ്ട്രിയിലും ഞാൻ ആധുനിക വൈദ്യമാണ് പഠിച്ചത്, ഞാൻ ബയോളജിയാണ് ആദ്യം പഠിച്ചത്, പിന്നെയാണ് വൈദ്യത്തിലേക്ക് പോകുന്നത്. ശാസ്ത്രത്തിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. വൈദ്യശാസ്ത്ര ചേരിതിരിഞ്ഞ് എന്നുള്ള സങ്കല്പമേ തെറ്റാണ്. ഞാൻ അങ്ങനെ വിവിധ വൈദ്യശാസ്ത്രങ്ങളെ അംഗീകരിക്കുന്നില്ല. റിച്ചാർഡ് ഡാക്കിൻസിൻ്റെ ഒരു വാക്കും കൂടി ഞാൻ പറയട്ടെ. ദർ ഇസ് നത്തിങ് കോൾഡ് ഓൾട്ടർനേറ്റീവ് മെഡിസിൻ. ഇതാണ് ഏതാണ്ട് അർത്ഥം. ദർ ഇസ് ഓൺലി മെഡിസിൻ ദാറ്റ് ഈസ് ഇഫക്റ്റീവ് ആൻഡ് നോട്ട് ഇഫക്റ്റീവ്. ഒരു വൈദ്യം അത് പ്രയോജനപ്രദമാണെങ്കിൽ അത് ആധുനിക വൈദ്യമായി. എന്നാൽ അത് പ്രയോജനപ്രദമാണെങ്കിൽ ആധുനിക വൈദ്യം ഉപയോഗിക്കും. കാരണം ഈ പറയുന്ന ഇവർക്കൊക്കെ ഇപ്പം ഈ പിന്നെ മൾട്ടിനാഷണലിൻ്റെ ഒക്കെ പറഞ്ഞല്ലോ,
ഇപ്പം ഈ ബോയ്റോൺ എന്ന് പറഞ്ഞാൽ വലിയൊരു കമ്പനിയാണ്. ഈ ഹോമിയോപ്പതിയും സാധ്യമാവുന്നിടത്തോളം ഞാൻ കാണിച്ച ഓസിലോകോക്സിനും എന്നൊക്കെ പറഞ്ഞ സാധനമൊക്കെ ഉണ്ടാക്കുന്ന ബോയ്റോൺ എന്നൊക്കെ പറഞ്ഞാൽ വളരെ വലിയ കമ്പനിയാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. സാധ്യമായ രീതിയിൽ അതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ വിവിധ തരത്തിലുള്ള വൈദ്യശാസ്ത്രം എന്ന ധാരണയെ പിശകാണ്. ശാസ്ത്രത്തിന് അങ്ങനെയില്ല. ശാസ്ത്രം ഒന്ന് തന്നെയുള്ളൂ. പിന്നെ ചരിത്രപരമായ കാരണങ്ങൾ കൊണ്ട് ചില പ്രോട്ടോ സയൻസുകൾ, അതാണ് പ്രോട്ടോ സയൻസിൻ്റെ പൂർവ്വകാലത്ത് നിന്നിരുന്ന ചില ശാസ്ത്രങ്ങൾ ബാക്കിയുണ്ട്. ചരിത്രപരമായ കാരണങ്ങൾ കൊണ്ട് ആയുർവേദം നിലനിന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വേറൊരു സ്ഥലത്ത് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചരിത്രപരമായ കാരണങ്ങൾ കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഡെഡ് എൻഡിൽ നിന്നുപോയ ഒരു വൈദ്യരീതിയാണ് ഹോമിയോപ്പതി. ഇതിനൊന്നും ഇന്നൊരു പ്രസക്തിയില്ല. എൻ്റെ അഭിപ്രായത്തിൽ ആയുർവേദം BHMSഉം BAMS ഒക്കെ നിർത്തണം. അത് പറയുമ്പോൾ എന്തിനാണ് ഇത്രയും പരിഭ്രമിക്കുന്നത്? അതൊക്കെ അവസാനിപ്പിക്കണം. ഞാൻ പറയുന്നത് BHMS ഇന്ന് BHMS ക്വാളിഫൈ ചെയ്ത എല്ലാ ഡോക്ടർമാരെയും അവർക്ക് ഒരു ഷോർട്ട് ടേം കോഴ്സ് കൊടുത്തിട്ട് ആധുനിക വൈദ്യം പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം കൊടുക്കണമെന്നാണ് ഞാൻ വാദിച്ചിട്ടുള്ളത്. IMA പോയി വാദിച്ചിട്ടുണ്ട് ഞാൻ. കാരണം അവരുടെ ജീവിതമാണ് പ്രശ്നം. ഈ അശാസ്ത്രീയമായ വൈദ്യം പ്രാക്ടീസ് ചെയ്യുന്നത് അവർ നിർത്തണം. കുട്ടികളെ പുതുതായിട്ട് എടുക്കുന്നത് അവസാനിപ്പിക്കണം. ഇതൊക്കെ എൻ്റെ വാദങ്ങളാണ്. തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് പറയാം. പക്ഷെ ഇതൊക്കെ ഒരു ശാസ്ത്രബോധമുള്ള ഒരു പൗരൻ എന്ന നിലയിൽ ഞാൻ ഉന്നയിക്കുന്ന വിഷയങ്ങളാണ്. ഇതിൽ വൈദ്യശാസ്ത്രം തേടി എറിഞ്ഞ് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പ്രശ്നമില്ല. ശാസ്ത്രത്തിൻ്റെ ഭാഗത്തൊക്കെ ഒരു കൺഫ്യൂഷനും ഇല്ല. വിവിധ കെമിസ്ട്രികളും വിവിധ ഫിസിക്സും വിവിധ വൈമാനിക ശാസ്ത്രവും ഇല്ലാത്തതുപോലെ വിവിധ വൈദ്യശാസ്ത്രവും ഇല്ലാത്തതാണ്. പിന്നെ പറയാം, ഇന്ത്യയിൽ പണ്ട് വൈമാനിക ശാസ്ത്രം ഉണ്ടായിരുന്നു, അത് അങ്ങനെ പറഞ്ഞിരുന്നു ഇങ്ങനെ പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥകളൊക്കെ ഉണ്ട്. അതുപോലെ പറയാമെന്ന് മാത്രം. രണ്ടാമത്തെ ചോദ്യം, ഹാനിമാൻ ഉപരി ചികിത്സാ ഫലം കണ്ടിട്ടുള്ള അനുഭവസ്ഥിൽ നിന്നുള്ള ഫീഡ്ബാക്ക് തീരെ കാണുന്നില്ല. നിങ്ങൾ എനിക്കൊരു 2 മണിക്കൂർ തരൂ. ഈ പുസ്തകത്തിലൊക്കെ പറയുന്ന അനുഭവ കഥകൾ എത്ര വേണമെങ്കിലും ഓരോന്നെടുത്ത് അനലൈസ് ചെയ്യാം നമുക്ക് കൃത്യമായിട്ട്. അനുഭവ കഥകളുടെ എന്തുകൊണ്ട് അങ്ങനെ വരുന്നതെന്നുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ട്. അനുഭവ കഥകളുണ്ട്. അനുഭവ കഥകളിന്മേലാണ് ഈ ഭാവനാധിഷ്ഠിത സിദ്ധാന്തങ്ങളൊക്കെയും ഭാവനാധിഷ്ഠിത പ്രസ്ഥാനങ്ങളൊക്കെയും നിലനിന്ന് പോകുന്നത്. അനുഭവ കഥകൾ ധാരാളമുണ്ട്, ഇല്ലായൊന്നുമില്ല, ധാരാളമുണ്ട്. പക്ഷെ അതിനൊക്കെ ചർച്ച ചെയ്യാൻ സമയം നമുക്കില്ല. ഹോമിയോപ്പതി ആധുനിക വൈദ്യം സംവാദം ഇവിടെ പൂർത്തിയാവുകയാണ്. മുംബൈ നാഷണൽ അസോസിയേഷൻ കഴിഞ്ഞ 4 വർഷമായി നടത്തിവരുന്ന പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിച്ച അവസാനത്തെ പരിപാടിയായിരുന്നു ഇത്. ഒരു സംവാദമെന്ന് പറയുമ്പോൾ അതിൽ അവസാനമായി വിജയിക്കുന്ന ഒരാളില്ല. വിജയമോ പരാജയമോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ആശയങ്ങളും അഭിപ്രായങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. കാരണം ഞങ്ങൾ യുക്തിവാദികൾ ഒരിക്കലും ജനങ്ങളെ മണ്ടന്മാരായിട്ട് കരുതുന്നില്ല. അതുകൊണ്ടൊരു പ്രത്യേക അഭിപ്രായം ഞങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നൊരു ധാരണ ഞങ്ങൾക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ജ്യോതിഷത്തെപ്പറ്റിയൊരു പരിപാടി സംഘടിപ്പിച്ചപ്പോൾ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ജ്യോതിശാസ്ത്രജ്ഞനും ഫിസിസിസ്റ്റുമായിരുന്ന ബാപ്പുട്ടി മാഷെ കൊണ്ടുവന്നിട്ട് ജ്യോതിഷം തെറ്റാണ് എന്ന് ജനങ്ങളെ പഠിപ്പിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ഞങ്ങളതല്ല ചെയ്തത്. ഞങ്ങൾ ആദ്യം ചെയ്ത ഒരു ജോത്സ്യനെ വിളിക്കുക എന്നുള്ളതായിരുന്നു ചെയ്തത്. വളരെ അധികം കസ്റ്റമേഴ്സുള്ള ഒരു ജോത്സ്യനെ കൊണ്ടുവരികയും അതേപോലെ തന്നെ ജോത്സ്യം അബദ്ധമാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിവുള്ളൊരു പ്രൊഫസറെ കൊണ്ടുവരികയും അവരെ രണ്ടുപേരെയും ഒരു വേദിയിലിരുത്തുകയും അവർക്ക് അവരുടേതായ വീക്ഷണങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. പിന്നെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. അത്രയും ജനങ്ങൾക്ക് അത്രയും വിവേചന ശേഷിയുണ്ട് എന്ന് അംഗീകരിക്കാൻ ഒരു പക്ഷേ പാരമ്പര്യവാദികൾക്കും മതവാദികൾക്കും കഴിയില്ല. പക്ഷേ യുക്തിവാദികൾക്ക് അത് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അത്തരത്തിലുള്ള ഫോർമാറ്റുകൾ പലതരത്തിലുള്ള വിഷയങ്ങളിലും തിരഞ്ഞെടുക്കുന്നത്. ഈ ഹോമിയോപ്പതിയുടെ ചർച്ചയിലും അന്തിമമായൊരു വിജയമോ അന്തിമമായൊരു പരാജയമോ ഇല്ല. ഇവിടെ നിങ്ങളെല്ലാവരും 2 ഡോക്ടർമാരുടെയും വാദഗതികൾ കേട്ടു. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഭിപ്രായങ്ങൾ രൂപീകരിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങൾ യുക്തിവാദികൾ എന്ന രീതിയിൽ ഞങ്ങളുടെ നിലപാട് വളരെയധികം കൃത്യമാണ്. സമൂഹത്തിൻ്റെ ചിന്താരീതി ശാസ്ത്രത്തിൻ്റെ ചിന്താരീതി ആയിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. 2, ജാതിരഹിതവും മതരഹിതവുമായ ഒരു സമൂഹമാണ് ഞങ്ങൾ സ്വപ്നം കാണുന്നതും അതിനുവേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നതും. ഞങ്ങൾ യുക്തിവാദികളാണ്, ഞങ്ങൾ നിരീശ്വരവാദികളാണ്. ഞങ്ങൾക്ക് ഈശ്വരനിലോ മതങ്ങളിലോ വിശ്വാസമില്ല. അത് പ്രചരിപ്പിക്കാനുള്ള അവകാശവും ഞങ്ങൾക്കുണ്ട്. അത് തീർച്ചയായിട്ടും ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ തന്നെ ആ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തുകയും ചെയ്യും. പക്ഷേ അത് പരിപൂർണമായും നീതിപരവും എല്ലാവരോടും നീതി പുലർത്തുന്ന രീതിയിലുമായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്.